അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇപ്പോഴും പിന്നീടും ഈ സംസാരം ശ്രവിക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, മേലെ ചെമ്പാട് എന്ന പ്രദേശത്ത് ഇതേ സ്ഥലത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വൈജ്ഞാനിക സമ്മേളനത്തിൻ്റെ ഭാഗമായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിവിധ വശങ്ങൾ നൂറുകണക്കിന് ആളുകളെ നേരിട്ടും ആയിരക്കണക്കിന് ആളുകളെ ഓൺലൈനിലൂടെയും ശ്രദ്ധിപ്പിച്ചുകൊണ്ട് കാലികമായി കുടുംബങ്ങളിൽ, വ്യക്തിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ പ്രദേശത്തൊരു സമ്മേളനത്തിലൂടെ അറിയിച്ചപ്പോൾ ചില സഹോദരങ്ങൾ പറഞ്ഞു, ഇതാ ഈ പ്രദേശത്ത് നിങ്ങൾ വെച്ചതുപോലെയുള്ള പരിപാടി വെക്കണം, അവിടെ പ്രസംഗിച്ചതുപോലെയുള്ള വിഷയങ്ങൾ പറയണം എന്നൊക്കെ നാട്ടുകാരായ പലരും പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടു. അഥവാ എല്ലാവരും ദീനിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിൻ്റെ, ഹദീസിൻ്റെ ശബ്ദം ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഇവിടെ സംസാരിച്ച സംസാരങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില പ്രവണതകൾ ഈ പ്രദേശത്ത് വെച്ച് പല രൂപത്തിൽ കാണാനിടയായത്. ഏറ്റവും സന്തോഷകരമായ കാര്യം, അത്തരം കാര്യങ്ങളെ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കാൻ നാട്ടുകാരിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ രംഗത്തു വന്നു എന്നത് സന്തോഷകരമാണ്. ഇവിടെ മുസ്ലിം സമൂഹത്തിലൊട്ടേറെ സംഘടനകളുണ്ട്. ആ സംഘടനകളൊക്കെ ആദർശപരമായ, നയപരമായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു പോകുന്നവരാണ്. തൊട്ടടുത്ത തലശ്ശേരിയിൽ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബഹുജന സംഗമം നടന്നപ്പോൾ AP അബൂബക്കർ മുസ്ലിയാരുടെ അതേ വേദിയിൽ ഈ ഉള്ളവരും പങ്കെടുത്തിരുന്നു. ഞാനുള്ളത് കൊണ്ട് അബൂബക്കർ മുസ്ലിയാരോ, അബൂബക്കർ മുസ്ലിയാരുള്ളത് കൊണ്ട് ഞാനോ അവിടുന്ന് ഒഴിവായില്ല. കാരണം സമൂഹം നേരിടുന്ന പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുക എന്നത് ഇന്ന് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. മാത്രമല്ല, പലപ്പോഴും ഇതേപോലെയുള്ള പ്രഭാഷണങ്ങൾ, പരിപാടികൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ശകലം തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ ഒരു ശൈലി മാറിപ്പോയാൽ ആദ്യമായി തിരുത്തൽ വരിക സഹപ്രവർത്തകരിൽ നിന്ന്, സ്വന്തം സംഘടനയിലെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശബ്ദത്തിനെതിരെ ഇവിടെ
ഒരു വിശദീകരണം വന്നപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ നാട്ടിൽ അത് സംഘടിപ്പിച്ച വിഭാഗത്തിലുള്ളവർ പോലും അതിലെ ചില കാര്യങ്ങളെ വിമർശിക്കുവാൻ കാരണമായി തീർന്നതിനെ നാം പഠന വിധേയമാക്കണം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സി മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തെ എതിർക്കുന്ന, ഇവിടെ മറുപടിയും മറ്റും സംഘടിപ്പിച്ച ആളുകൾ അംഗീകരിക്കുന്ന സി മുഹമ്മദ് ഫൈസിയുടെ പ്രബോധകൻ എന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും മുജാഹിദ് പ്രസ്ഥാനവും അംഗീകരിക്കുന്നതും ജനങ്ങളോട് സംസാരിക്കുന്നതുമായ കാര്യമാണ്. അദ്ദേഹം പ്രസംഗകരോട് നടത്തുന്നൊരു ഉപദേശമുണ്ട്. ആ ഉപദേശമാണ് മേലേച്ചമ്പാടുള്ള മുഴുവൻ ജനങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിന് വന്ന പ്രതികരണത്തോട് നടത്തിയിട്ടുള്ളത്. സി മുഹമ്മദ് ഫൈസി പറയുന്നത്, തൻ്റെ പ്രസംഗത്തിലൂടെ എത്ര പേർ ഇസ്ലാമിലേക്ക് അടുത്തു, എത്ര പേർ അകന്നു. ആദ്യമായി ഒരു ഇസ്ലാമിക പ്രസംഗം കേൾക്കാൻ വന്ന യുവാവിന് തൻ്റെ 4 മണിക്കൂർ നേരത്തെ പ്രസംഗത്തിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് എന്ത് വിവരമാണ് ലഭിച്ചത്? പ്രഭാഷണം നടത്തുന്ന ആളുകൾ ചിന്തിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നു, നമ്മുടെ ചില പ്രസംഗകർക്ക് ചീത്ത വിളിക്കാൻ കുറെ വാക്കുകൾ കിട്ടിയാൽ ഒരു ഹരമാണ്. ചില ആളുകൾക്ക് പ്രഭാഷണത്തിൽ ഇങ്ങനെ പരിഹാസത്തിനും ചീത്തക്കുമൊക്കെ കുറെ സമയം കിട്ടിയാൽ അതൊരു ഹരമാണ്. ആരെയും കുതിര കയറാനില്ലെങ്കിൽ അന്നൊരു രസവുമില്ലെന്ന് പറയുകയും ചെയ്യും. അവരോട് പറയട്ടെ, ചീത്ത വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കാരമല്ല. നമ്മുടെ ലക്ഷ്യവും പരിപാടിയും നാം മറക്കരുത്. ഇത് എല്ലാ പ്രസംഗകരും ഓർത്തിരിക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം വീണ്ടും ഇവിടെ പരിപാടി വെച്ചത് പ്രത്യക്ഷമായും പരോക്ഷമായും പലരും ഇന്നാട്ടിലുള്ളവർ സഹായിച്ചതുകൊണ്ടാണ്. മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കൊരു നല്ല വിശദീകരണം നൽകണം. അതോടൊപ്പം നേരത്തെ നിങ്ങൾ നടത്തിയതുപോലെ മാന്യമായ രൂപത്തിൽ അത് തന്നെയേ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 88-ാമത്തെ ആയത്തിൽ മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം, അമ്പിയാക്കന്മാരുടെ മാർഗമാണല്ലോ നാം പിൻപറ്റേണ്ടത്, അവിടുന്ന് പറഞ്ഞതാണ് നാം കേൾപ്പിച്ചത്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എന്നെ കൊണ്ട് കഴിയുന്നതുപോലെ ഇസ്ലാഹ് നടത്തുക, നന്നാക്കുക, നന്മ ചെയ്യുക എന്നതല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, റബ്ബിൽ നിന്നുള്ള ഉദവി കൊണ്ട്, അവന്റെ തൗഫീഖ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ അല്ലാഹുവിൽ തവക്കുലാക്കുന്നു. വ ഇലൈഹി ഉനീബ്, അവനിലേക്ക് താഴ്മയോടുകൂടി മടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയ ഒരു ദീൻ സ്ഥാപിക്കാനല്ല ഈ പ്രവർത്തനം. നിലവിലുള്ള ദീൻ അതിന് കുറെ കേടുപാടുകൾ സംഭവിച്ചു. ആ കേടുപാടുകൾ സംഭവിച്ചതിനെ നന്നാക്കി തീർക്കണം. അതാണ് അമ്പിയാക്കന്മാരുടെ മാർഗം. അതാണ് ഇല്ലൽ ഇസ്ലാഹ്, ഇസ്ലാഹ് അല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം 11:88 വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കേടുവന്നതിനെ നന്നാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരിൽ റസൂൽ എന്നറിയപ്പെടുന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ട് നിയോഗിക്കപ്പെടാനുണ്ടായിരുന്ന കാരണം, ജനങ്ങളോട് അഭിസംബോധന ചെയ്യാനുണ്ടായിരുന്ന സുപ്രധാനമായ കാരണം, ബുഹാരി ഇമാം വ്യക്തമാക്കിയതുപോലെ അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, അവരിലെ സ്വാലിഹീങ്ങളായ ആളുകൾ. ആരിലെ സ്വാലിഹീങ്ങൾ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള സ്വാലിഹീങ്ങളായ ആളുകൾ. ആ സ്വാലിഹീങ്ങളായ ആളുകൾ അവർ ജീവിച്ചിരിക്കെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആ ആളുകൾ അവർ മരണപ്പെട്ട സന്ദർഭത്തിൽ പിശാച് അവർക്ക് വഹി കൊടുത്തു, അവർക്ക് വസ്വാസ് നൽകി, ദുർമന്ത്രം നടത്തി കൊടുത്തു.
ഈ നല്ല ആളുകളെ വീണ്ടും ഓർക്കാൻ വേണ്ടി അവിടെ നിങ്ങളൊരു അടയാളം വെക്കണം. വേറെ ചില സ്ഥലങ്ങളിൽ ഒരു രൂപമുണ്ടാക്കി വെക്കണം. എന്തിനാണ്? അടുത്ത വരുന്ന മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇതാരാണ്? വദ്ദാണ്, സുവാണ്, യഊഖാണ്, നസ്റാണ്, അവർ നല്ല മനുഷ്യന്മാരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ആ തലമുറ അങ്ങനെ തന്നെ നിന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും തുടരുന്നു. അതിനുശേഷം ആ ജനത മരണപ്പെട്ടു. ഇബ്ലീസിന്റെ ക്ഷമ നോക്കണേ. അടുത്ത തലമുറ വന്നു. അടുത്ത തലമുറ വന്നപ്പോ ഇബ്ലീസ് ചോദിച്ചു, അല്ല, കുറേ നല്ല മനുഷ്യന്മാരുണ്ടായിട്ട് ഈ 5 ആളുകളുടേത് മാത്രം എന്താ ഉണ്ടാക്കി വെക്കാൻ കാരണം? അവർ ആരാധിച്ചു. അപ്പോൾ ലോകത്താദ്യമായി ബഹുദൈവാരാധന, വിഗ്രഹാരാധന നടത്തിയത് ആരുടേതാണ്? ഏറ്റവും മഹാന്മാരായ ആളുകളുടേതാണ് വിഗ്രഹാരാധനയുടെ വരവ്. എന്നിട്ടാണ് അവർ പറഞ്ഞത്, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ. നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത് പോലെ അല്ലാഹു അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ഇവരെയൊന്നും നിങ്ങൾ ഉപേക്ഷിക്കരുത്. എന്നിട്ട് പേരെടുത്തു പറഞ്ഞു, വദ്ദിനെ, സുവാഇനെ, യഊഹിനെ, യഊഖിനെ, നസ്റിനെ, ഇതിനെയൊന്നും നിങ്ങൾ ഉപേക്ഷിക്കുവാൻ പാടില്ല എന്ന്. അപ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ ഇസ്ലാഹിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വിശ്വാസപരമായ കാര്യങ്ങളിലാണ്. ആ സമൂഹം 2 പടച്ചവനുണ്ട് എന്ന് പറഞ്ഞില്ല. മഴ പെയ്യിപ്പിക്കുന്നതും സൂര്യനെ സൃഷ്ടിച്ചതും ഒന്നും പടച്ചവനല്ലാത്ത വേറെ ആരോ ആണെന്ന് പറഞ്ഞില്ല. അതൊക്കെ പടച്ചവൻ തന്നെ. എന്നാൽ ആ പടച്ചവനിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളായി അവർ വദ്ദിനെയും സുവാഇനെയും യഊഖിനെയും ഒക്കെ സ്വീകരിച്ചു. അവിടെയാണ് നമ്മുടെ ഉമ്മയായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഉമ്മു ഹബീബ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹബശയിൽ കണ്ട കനീസയെ പറ്റി പറഞ്ഞു. അതിൽ ചില പ്രതിരൂപങ്ങൾ, ചിത്രത്തിന്റെ പ്രതിരൂപങ്ങൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹ് ഫമാത ബനൗ അലാ ഖബ്രിഹി മസ്ജിദാ. കനീസ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഹോദരങ്ങളുടെ ആരാധനാലയവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആ സമൂഹത്തിന്റെ പ്രത്യേകത, അവരിലുള്ള നല്ല മനുഷ്യന്മാർ, റജുലു സ്വാലിഹ് എന്നാണ് പറഞ്ഞത്. നല്ല മനുഷ്യന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദാ, അവരുടെ ഖബറിന്റെ മേൽ അവർ പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രം. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന സ്ഥലം അവരുണ്ടാക്കും. തീർന്നില്ല, വസവ്വറൂ ഫീഹി തിൽക സുവർ, അവർ അതിന്റെ മുകളിൽ ചിത്രങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ വിഗ്രഹാരാധനയുടെ വരവ്, ബഹുദൈവാരാധനയുടെ വരവ്, നേരെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് അതിനെ ആരാധിക്കുകയല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത സഹോദരീ സഹോദരങ്ങൾക്കറിയാം, ഇസ്ലാമിൽ വിഗ്രഹാരാധനയില്ല. ആ ഇസ്ലാമിൽപ്പെട്ട ആരെങ്കിലും എഴുത്തിനിരുത്ത് പോലെയുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ ആചാരത്തിൽ ചെന്നാൽ ഹൈന്ദവർ പറയും, നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്? നിങ്ങൾ ഏകദൈവാരാധകരല്ലേ? ഏകദൈവാരാധകരായ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ദേവിയുടെ കടാക്ഷം കിട്ടാൻ ഞങ്ങൾ ക്യൂ നിൽക്കുന്നിടത്ത് നിങ്ങൾ എന്തിനാ പർദ്ദയും ഇട്ട് വന്ന് നിൽക്കുന്നത് എന്ന് സ്വകാര്യത്തിലും സന്തോഷത്തിലും സൗഹൃദത്തിലുമൊക്കെ നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾക്ക് അറിയാം. കാരണം അവരിൽ പലരും പള്ളിയുടെ പണിയെടുക്കും, അവർ കാണുന്നുണ്ട് പള്ളിയിൽ ഒരു വിഗ്രഹവുമില്ല, ഒരു ചിത്രവുമില്ല, ഒരു ഖബറുമില്ല, ഒന്നുമില്ല. അപ്പൊ ചോദിക്കും, പിന്നെ ഇവിടെ ആരെ ആരാധിക്കുന്നത്? നാം കാണുന്ന, നമ്മെ കാണുന്ന പടച്ചവനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾ പോലും പറയുന്നു, നിങ്ങളുടെ മറുപടി ഒന്ന് കേൾക്കണം. അതറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് മുസ്ലിം സമുദായത്തിലേക്ക് ഈ ബഹുദൈവാരാധനയുടെ രൂപം വന്ന കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാക്കൾ, അവിടുത്തെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ
സത്യവിശ്വാസികളുടെ മാതാക്കളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുന്നു, ഫഉലൈക ശിറാറുൽ ഖൽഖ്, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ. എവിടെ? ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാരാ? തങ്ങളുടെ ജനങ്ങളിലേക്ക് വന്നിട്ടുള്ള നല്ല മനുഷ്യന്മാർ മരണപ്പെടുമ്പോ അവരുടെ ഖബറിന്റെ മുകളിൽ പ്രാർത്ഥനാ കേന്ദ്രമാക്കുന്നവർ, അവരുടെ രൂപമുണ്ടാക്കുന്നവർ. സഹോദരങ്ങളെ, ഈ മേലേച്ചമ്പാട് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം വൈജ്ഞാനിക സമ്മേളനങ്ങൾ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധക സംവിധാനം കേരളത്തിലുടനീളം ഈ വൈജ്ഞാനിക സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചപ്പോ അതിന്റെ ഒരു കാരണം, കേരളത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുക്കുന്ന ചില വാദങ്ങളുമായി മടവൂരിൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന അതിഗുരുതരമായ, അതോടൊപ്പം ഇസ്ലാമിനെ പരിഹാസ്യമാക്കി തീർക്കുന്ന തരത്തിലുള്ള ചില വാദങ്ങളുമായി വന്നതിനെ നാം പരാമർശിച്ചിരുന്നു. ആ പരാമർശത്തിന് ശേഷം ഇത്രമാത്രം ഗൗരവപരമായി ഇത് സംസാരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ എന്താണ് മടവൂർ ഷെയ്ഖ് എന്ന് നമ്മുടെ സഹോദരങ്ങൾ പറയുന്ന CM-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് ഈ സദസ്സിൽ തടിച്ചുകൂടിയിട്ടുള്ള പുരുഷാരവും അതേപോലെ തന്നെ സ്ത്രീകളും മാത്രമല്ല, ഈ ശബ്ദം കേൾക്കുന്ന മേലേച്ചമ്പാടുള്ള ജനങ്ങൾ മാത്രമല്ല, എല്ലാവരും ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ ചിത്രം വെച്ച് പൂജിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ആരെ? CM-ന്റെ ചിത്രം വെച്ച് പൂജിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയാകട്ടെ ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ടാണ് ഒരു മുസ്ലിയാർ അവതരിപ്പിക്കുന്നത്. ഞാൻ ഉറച്ചു പറയുന്നു, മേലെ ചെമ്പാടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅ അംഗീകരിക്കുന്ന ഒരാളും, അത് സുന്നി മുജാഹിദ് വ്യത്യാസമൊന്നുമില്ല, ഒരാളും ഈ കാര്യത്തെ അംഗീകരിക്കില്ല. ആ രംഗം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, അതിന്റെ ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ആ രംഗം നിങ്ങളൊന്ന് കാണുക. سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا خير خلق الله الصلاة والسلام عليك يا سيدنا يا سيد المرسلين الصلاة والسلام عليك يا سيدنا يا إمام المتقين الصلاة والسلام عليك يا سيدنا يا رسول الله. ഷെയ്ഖുനാൻ്റെ മോതിരങ്ങളാണ് കാണുന്നത്, ഷെയ്ഖുനാൻ്റെ ജുബ്ബയാണ് കാണുന്നത്, ഷെയ്ഖുന ഉപയോഗിച്ച പേനകളാണ് കാണുന്നത്, ഷെയ്ഖുനാൻ്റെ ഡ്രസ്സുകളും ബനിയനുകളുമാണ് കാണുന്നത്, ഷെയ്ഖുനാൻ്റെ തൊപ്പിയാണ് കാണുന്നത്, അതേപോലെ തന്നെ ഷെയ്ഖുനാൻ്റെ ഷെയറുകളാണ് കാണുന്നത്. ഷെയ്ഖുന കിടന്ന കട്ടിലാണ് ഇത്. ഷെയ്ഖുനാൻ്റെ റൂമിലുള്ള കൊടിയാണിത്. ഫോട്ടോ يا شيخنا يا شيخ مدور أتينا بابكم راجين فوزا كاملا يا شيخنا مدور ولي. ഷെയ്ഖുനാൻ്റെ ബാഗ് റഹ്മാനായ മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ റബ്ബെ, ഷെയ്ഖുനാൻ്റെ ബർക്കത്തുണ്ട്. ഷെയ്ഖുനെ കൊണ്ട് രണ്ട് ലോകവും ഞങ്ങളെ വിജയിപ്പിക്കണേ റഹ്മാൻ. എൻ്റെ സിയാറ അഹബാബിങ്ങളായ ഒരുപാട് സാധുക്കളുണ്ട്. യാ ഷെയ്ഖന, എല്ലാവർക്കും അവിടുത്തേതായ നോട്ടം നൽകണേ ഷെയ്ഖുന, അവിടുത്തെ പൊരുത്തം നൽകണേ ഷെയ്ഖുന. ഷെയ്ഖുനാൻ്റെ പൊരുത്തത്തിലും നോട്ടത്തിലും അവിടുത്തെ തർബിയത്തിലും അവിടുത്തെ തസ്കിയത്തിലും ഷെയ്ഖുനെ കൊണ്ട് വിജയിക്കുന്ന രണ്ട് ലോകം വിജയിക്കുന്നതിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ ഷെയ്ഖുന. ഒരുപാട് ഷർറുകളുണ്ട്, എല്ലാ ഷർറുകളും നീക്കി എല്ലാവർക്കും സലാമത്ത് നൽകണേ ഷെയ്ഖുന. എല്ലാ സഹോദരങ്ങളെ, ഷർറുകൾ നീക്കി ഖൈർ നൽകണം എല്ലാവർക്കും. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ആവർത്തിച്ചു പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട മുഅവ്വദതൈൻ, രക്ഷ തേടാനുള്ള രണ്ടെണ്ണത്തിൽ
ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു, പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിന്റെ ഷർറിൽ നിന്നും. അപ്പോൾ ഷർറിൽ നിന്നും രക്ഷ തേടേണ്ടത് അള്ളാഹുവോടാണെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുമ്പോൾ CM മടവൂരിന്റെ ഫോട്ടോ എന്ന വാക്ക് പറയാൻ മുസ്ലിയാർക്ക് ധൈര്യമില്ല. ആ കട്ടിലിൽ വ്യക്തമായി നമ്മൾ കണ്ടു ഫോട്ടോ വെച്ചിരിക്കുന്നു. ആ ഫോട്ടോ വെച്ച് ആദ്യം ബറക്കത്ത് കൊണ്ടെന്ന് പറഞ്ഞ് അവസാനം ഇരു ലോകവും രക്ഷിക്കാൻ വേണ്ടി മടവൂരിനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വിഷയം മേലെ ചെമ്പാടുള്ള സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഫോട്ടോ വെച്ചുള്ള ഈ പൂജ അത് ശരിയല്ല എന്ന അഭിപ്രായമുണ്ടെങ്കിൽ സമസ്തയിലെ ആരെങ്കിലും ഇന്നുവരെ ഈ സമയം വരെ അത് തെറ്റാണെന്ന് പറഞ്ഞോ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്നലെ ഈ ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മിക്ക ജില്ലകളിലും കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കാണിക്കുന്നത് നിർത്തണമെങ്കിൽ ഈ ഫോട്ടോ വെക്കുന്ന രീതി അവസാനിക്കണം. അങ്ങനെ അവസാനിച്ചാൽ മാത്രമേ ആ പറച്ചിൽ നിർത്തുകയുള്ളൂ. കണ്ണൂർ ജില്ലയിൽ ചൊർക്കള എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇന്നലെ പരിപാടി. അവിടെ ഒരു മഹല്ലിൽ 30 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ, കോയോട് ഉസ്താദ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഖബർ കെട്ടിപ്പൊക്കാൻ ചിലർ ശ്രമിച്ചു. 15 വർഷം മുമ്പ് ശ്രമിച്ചപ്പോൾ അത് വിജയിച്ചില്ല. വീണ്ടും ശ്രമിച്ചു, ഖബർ അല്പം കെട്ടിപ്പൊക്കി. അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ മുജാഹിദുകളല്ല, പക്ഷേ നിങ്ങൾ ഒരു പരിപാടി വെക്കണം, പൂർണ്ണ സംരക്ഷണം ഞങ്ങൾ തരും, ജനങ്ങളുടെ സംരക്ഷണം തരും. ജനങ്ങളുടെ സംരക്ഷണം നമുക്ക് ആവശ്യമില്ല, പക്ഷേ ജനങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു പരിപാടി മുന്നോട്ട് പോകുമ്പോൾ പോലീസിന്റെ എഴുത്ത് പരിപാടി നിർത്തിവെക്കണം. എന്തിനാണ് പേടി? ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട്, ഖബർ പൂജയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് ആരാണ് പേടിക്കുന്നത്? അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടാവില്ലെന്ന് കണ്ടപ്പോൾ നാട്ടിലെ രാഷ്ട്രീയക്കാരിടപെട്ടുകൊണ്ട് പറഞ്ഞു, അവർ പരിപാടി നടത്തട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരം നേരത്തെ നിശ്ചയിച്ചതുപോലെ പരിപാടി നടക്കുകയും ചെയ്തു. അതേ കണ്ണൂർ ജില്ലയിൽ തൊട്ടങ്ങോട്ട് മാറി മാതമംഗലത്തടുത്ത് ഒരു ഖബർ കെട്ടിപ്പൊക്കി ബിസിനസ് ആരംഭിച്ചു. ആ ഖബറിൽ ഏറ്റവും വലിയ പ്രത്യേകത, കിഡ്നി രോഗമുള്ളവർ ആ ഖബറിന്റെ അടുത്ത് വന്നാൽ പുതിയ കിഡ്നി വളർന്നു വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് വിവാഹം ശരിയാകുന്നില്ലെങ്കിൽ അവരവിടെ നിന്ന് തവാഫ് ചെയ്താൽ മതി, ഉടൻ വിവാഹം ശരിയാകും. ആ ഖബറിന്റെ ഒരൊറ്റ കുട്ടിയുമില്ല. മുജാഹിദ് പ്രസ്ഥാനം അവിടെ ചെയ്തത് ആദർശ യുദ്ധമാണ്. ആദർശ യുദ്ധം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആ ബോധവൽക്കരണമാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ CM മടവൂർ ആ ഖബർ എവിടെയാണോ, ആ ഖബറിന്റെ തൊട്ടടുത്ത് വെച്ച് മുജാഹിദ് പ്രസ്ഥാനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പെരും മഴയത്ത് ധാരാളം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതേ മടവൂരിൽ തന്നെ അവിടത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശരിയല്ലെന്ന് പറയുകയും CM മടവൂരിന്റെ കുടുംബക്കാരനായ ഒരു വ്യക്തി, ആ കുടുംബക്കാരൻ ജനങ്ങളോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ രോഗത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ചും എല്ലാവരും കേൾക്കെ കുടുംബക്കാരനായ ഒരു വ്യക്തി വരെ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ക്ലിപ്പ് കാണിച്ചത് നാളെ മേലെ ചെമ്പാട ചർച്ച ഫോട്ടോ വെച്ചുള്ള പൂജ ശരിയാണോ? ഇത് ജനങ്ങളോട് എല്ലാവരും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നിട്ട് നമുക്ക് എവിടെ എത്തണം? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെത്തണം. അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ അഹ്ലുസുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ, ആ മാർഗം മഹദിയായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ രൂപമുണ്ടാക്കി വെക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ആ ജനങ്ങളിൽ, ക്രൈസ്തവ സഹോദരങ്ങളിലൊക്കെ ആ ഒരു ഏർപ്പാട് എന്ന് പറയുന്നത് ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹി യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുത്ത് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ്. ആ അവസ്ഥ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുവാൻ പാടില്ല. ഇനി സഹോദരങ്ങളെ, എന്തിനാണ് ഈ പരിപാടി വെച്ചത്? ആ പരിപാടിക്കൊരു ലക്ഷ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം പറഞ്ഞ് ഓൺലൈനിൽ കയറിയാൽ 1000 ഫോളോവേഴ്സ് ആയുള്ള ഒരു വ്യക്തി, ആ വ്യക്തി പറയുകയാണ് CM അല്ലാഹു തന്നെ, CM അല്ലാഹു തന്നെ. ഇനി പറയോ, ഈ മേലേച്ചമ്പാട് മുജാഹിദുകൾ ഇത് വിശദീകരിക്കേണ്ടതുണ്ടോ എന്നത് അതുകൂടി നമുക്കൊന്ന് കാണാം. പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ അല്ലാഹ്, ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അർത്ഥം നമുക്ക് തിരിയാത്തോണ്ട് ബേജാറാകണ്ട പറയട്ടെ മുജാഹിദിന്റെ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ഷെയ്ഖുന. എന്ന് മടവൂർ. അപ്പോൾ സഹോദരങ്ങളെ, മടവൂര് അനല്ലാ എന്നും പറഞ്ഞു, അനല്ലാ എന്നും പറഞ്ഞു. പണ്ഡിതന്മാര് നമ്മളെ തെറ്റിക്കൂല എന്ന് വിശ്വസിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, ഈമാൻ എവിടെ എത്തും? എന്നിട്ട് അദ്ദേഹം ചെറുതായൊന്ന് പഴുതടച്ചു. ഹല്ലാജ് മുമ്പ് അത് പറഞ്ഞ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അന്നത്തെ ഭരണാധികാരി അദ്ദേഹത്തോട് തിരുത്താൻ പറഞ്ഞു. ഹല്ലാജിനോട് തിരുത്തിയില്ല, കൊന്നുകളഞ്ഞു അനല്ലാ എന്ന് പറഞ്ഞ ഹല്ലാജിനെ. ആ ചരിത്രമൊക്കെ ഉണ്ടായിട്ടും അനല്ലാ എന്ന് CM മടവൂര് പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ പേരിൽ കളവ് പറയാൻ ജനങ്ങളെ കൂട്ടി കറാമത്ത് കച്ചവടം നടത്തുന്ന ആളുകൾ വരുന്നു. ഇവിടെ എങ്ങനെയാണ് നമുക്ക് വിശ്രമിക്കാൻ കഴിയുക? അതുകൊണ്ട് മുജാഹിദുകൾ പരിപാടി വെക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅയെ അംഗീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ പരിപാടി വെക്കുന്നത്. ഈ മേലേച്ചമ്പാടും പരിസര പ്രദേശത്തുമുള്ള അടുത്ത ചർച്ച അനല്ലാ എന്ന് CM പറഞ്ഞു എന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ ചർച്ച നടത്തണം. വിവരമുള്ള പണ്ഡിതന്മാർ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. പരിപാടി വെച്ചത് മുജാഹിദുകളാണെങ്കിലും അവർ അപ്പറഞ്ഞ കാര്യം ശരിയാണ്. അനല്ലാ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കാഫറായി പോകും. റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല, സ്വഹാബത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ഇസ്ലാമിൽ നിന്നും നമ്മെ തെറ്റിച്ചു കൊണ്ടുപോകാനുള്ള ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ കുതന്ത്രമാണ് എന്ന് ജനങ്ങൾക്ക് നാം മനസ്സിലാക്കി കൊടുക്കണം. അവിടെയാണ് സഹോദരങ്ങളെ നാം തുടങ്ങിയത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നാട് നീളെ പരിപാടി തുടങ്ങിയ സാഹചര്യം എന്തായിരുന്നു? CM മടവൂര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് ചില ആളുകൾ, അതും വെള്ളക്കുപ്പായമിട്ട് ദീനിന്റെ വേഷത്തിൽ ദീനിന്റെ വേദിയിൽ വെച്ച് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഒരു പടയോട്ടം അങ്ങ് ആരംഭിച്ചു. മുജാഹിദ് പ്രസ്ഥാനം മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച് ആ പടയോട്ടം മലപ്പുറത്ത് തന്നെ അവസാനിച്ചു. അതിനുശേഷമാണ് ഈ വൈജ്ഞാനിക സമ്മേളനങ്ങൾ ഏരിയ തലത്തിൽ തുടങ്ങിയിട്ടുള്ളത്. അന്ന് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി വമ്പിച്ച പ്രതികരണമുണ്ടായി. പേരോട് അബ്ദുറഹിമാൻ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്. ഈ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ക്ലിപ്പിട്ട് ചില കാര്യങ്ങൾ പറയും. പക്ഷേ അദ്ദേഹം ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിനോട് മുജാഹിദ് പ്രസ്ഥാനത്തിന് യോജിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, മുദബ്ബിറുൽ ആലം എന്നൊന്നും പറയാൻ പറ്റില്ല, അത് പടച്ചോന് മാത്രം പ്രത്യേകമാക്കപ്പെട്ട കാര്യമാണ്. ഓരോന്നിനും ക്ലിപ്പ് കാണിച്ചാൽ പിന്നെ അതിനെ സമയം കിട്ടൂ എന്നതുകൊണ്ട് നിങ്ങളൊക്കെ ആ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാകും എന്നതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പേരോട് അബ്ദുറഹിമാൻ മുസ്ലിയാർ അവർക്കിടയിൽ തന്നെ ഒരു ഭിന്നിപ്പ്, അനിവാര്യമായ ഭിന്നിപ്പ്. മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്ന ആളാണോ CM എന്ന കാര്യത്തിൽ സമസ്തക്കിടയിൽ ഏറ്റവും ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ
വ്യക്തമായ അഭിപ്രായ വ്യത്യാസം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആദർശ പടയോട്ടം കൊണ്ടുണ്ടായി. തീർന്നില്ല, വീണ്ടും അവർ പറഞ്ഞു, ശൈഖുനയെങ്ങാനും CM എങ്ങാനും കണ്ണുപൂട്ടിയാൽ ആകാശത്തുകൂടി പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിപ്പോകും. എല്ലാവരും ചിരിച്ചു. പക്ഷെ നമ്മൾ വിഷമിച്ചു. കാരണം എന്താണെന്നറിയോ? സമസ്തയുടെ മഹല്ലിലുള്ള യുവാക്കളും വിദ്യാർത്ഥികളും നിരീശ്വരവാദത്തിലേക്ക് ഒഴുകാനിരിക്കുന്നു. ഇതാണോ വിശ്വാസം? ആള് കണ്ണുപൂട്ടിയിട്ടാ കബറിലെത്തിയത്. പിന്നെ കബറിന് കണ്ണുപൂട്ടിയാൽ ആകാശത്തുകൂടി പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ കൂട്ടിമുട്ടും. അപ്പൊ CM ജനിക്കും മുമ്പുള്ള വിമാനമോ? ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പുതുതലമുറക്കുള്ളിൽ ഇസ്ലാമിനെ പരിഹാസ്യമാക്കി മാറ്റാൻ, ബോബനും മോളിയും കഥകളെപ്പോലെ ഇസ്ലാമിനെ ആക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണ്. ഇനി അറിയുമോ, CM-നെ കുറിച്ച് കുറേ ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരിടത്ത് കാണാം, അദ്ദേഹത്തിന് അവസാനമാകുമ്പോ പ്രമേഹം ബാധിച്ച് കാഴ്ച മങ്ങിപ്പോയിരുന്നു. ഇത് എഴുതിയത് CM-നെ അംഗീകരിക്കുന്നവർ തന്നെ. സ്വന്തം കണ്ണിന്റെ കാഴ്ചയെ, സ്വന്തം പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ശൈഖാണോ ലോകത്തെ നിയന്ത്രിക്കുന്നത്, വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത്? തീർന്നില്ല, ശൈഖുന അവസാന സമയത്ത് കൊതുക് വലക്കുള്ളിലായിരുന്നു. അപ്പൊ കൊതുക് വല അല്ലെങ്കിൽ ഒരു കൊതുക് കടിയെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളാണോ വിമാനം കൂട്ടിമുട്ടുന്നത് തടയുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, CM അബൂബക്കർ മുസ്ലിയാർ എന്നൊരു വ്യക്തിയെ കുറിച്ച് ഒരക്ഷരം മോശം ഞാൻ പറയില്ല, ഒരാളെ കുറിച്ചും പറയില്ല. നമ്മുടെ വിഷയം CM അബൂബക്കർ മുസ്ലിയാർ ലോകം നിയന്ത്രിക്കുന്ന ആളാണോ? അത് പറഞ്ഞ് വീണ്ടും പറഞ്ഞ് സ്ത്രീകളെ വിളിച്ച് വേറെ ക്ലാസ് എടുത്ത് അങ്ങനെ മുഹബ്ബത്ത് അങ്ങോട്ട് കൂടി ഫോട്ടോ വെച്ചു, നമ്മൾ കണ്ടു. മുഹബ്ബത്ത് അങ്ങോട്ട് കൂടി പടച്ചോൻ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് CM തന്നെ അനല്ലാ എന്നിടത്തെത്തി. ഇപ്പൊ വണ്ടി എവിടെ എത്തി? അഹ്ലുസുന്നത്തി വൽ ജമാഅയെ സ്നേഹിക്കുന്നവർ ആലോചിക്കേണ്ട വിഷയമാണ്. അവിടെയാണ് സഹോദരങ്ങളെ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം അതിൽ 61-ാമത്തെ ആയത്തിൽ കാണാം, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. അതെ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആരാണ് സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തുന്നത് എന്ന് മുഹമ്മദ് നബിയെ നീ അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആകുന്നു എന്ന്. സഹോദരങ്ങളെ, ചില ആയത്തുകളും അർത്ഥങ്ങളും പറയുമ്പോൾ ചില സ്ഥലത്ത് ആൾക്കാർ പറയും ഒരായത്ത് പറയുന്നു, ഒരു അർത്ഥം പറയുന്നു. അല്ല, ഇപ്പൊ അവരാ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് എന്നതിന് എന്താ ഉറപ്പ്? അതുകൊണ്ട് എൻ്റെ കയ്യിൽ 2 പരിഭാഷയുണ്ട്, 1-ാം വാള്യവും 2-ാം വാള്യവും. ഈ പരിഭാഷ അബ്ദുറഹിമാൻ മഖ്ദൂമി തങ്ങൾ, കാന്തപുരം വിഭാഗത്തിന്റെ തിരൂരങ്ങാടി ഖാളിയായിരുന്ന അബ്ദുറഹിമാൻ മഖ്ദൂമി തങ്ങൾ എഴുതിയ പരിഭാഷയാണിത്. ഈ പരിഭാഷയെ കുറിച്ച് റിസാല വാരിക പറഞ്ഞത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന 100% അംഗീകരിക്കുന്ന, പിന്നെ 1% പോലും കുറവില്ല, അത്രയും ശക്തമായി അംഗീകരിക്കുന്ന പരിഭാഷ. ഞാൻ പറയുന്ന ആയത്തുകളുടെ അർത്ഥം ഈ പരിഭാഷയിൽ നോക്കാം, കോഴിക്കോട് വലിയ ഖാദിയുടെ പരിഭാഷയിൽ നോക്കാം, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ പരിഭാഷയിൽ നോക്കാം, റഹ്മത്തുല്ലാ കാസിമിയുടെ പരിഭാഷയിൽ നോക്കാം. അങ്ങനെ കുറെ ഖുർആൻ പരിഭാഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പരിഭാഷകളിൽ ഇതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഇനി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്തിൽ കാണാം, മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, തീർച്ചയായും അല്ലാഹു ആകുന്നു എന്നവർ പറയും. ഞാൻ ഈ ആയത്തുകൾ ഉദ്ധരിക്കുന്നത് ബഹുമാന്യരായ സമസ്തയിലെ സഹോദരങ്ങൾക്ക് കൂടിയാണ്. അഥവാ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഒരു 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ പരിഭാഷ ഹറാമാണ് കേട്ടോ, അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താകുന്നു. ഞാൻ കേട്ട വയല, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോ എൻ്റെ നാട്ടിൽ നിന്ന് കേട്ട വയൽ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചതാണ്. ഈ വയല് ഈ മേലേച്ചമ്പാടുള്ള ആളുകളും കേട്ടിട്ടുണ്ടാകും.
എന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അലാമത്തല്ല. അത് സമസ്തയുടെ പണ്ഡിതന്മാർ വരെ നിർവഹിച്ചു. കോഴിക്കോട് വലിയ ഖാദിയുടെ പരിഭാഷക്ക് ആമുഖം എഴുതി കൊടുത്തതാരാ? സമസ്തയുടെ പ്രസിഡന്റ്. അതേപോലെ തന്നെ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ആരാ? സമസ്തയുടെ ഉന്നതനായ പണ്ഡിതൻ. വിദ്യാഭ്യാസ ബോർഡ് ആ രൂപത്തിലേക്ക് എത്തിച്ചു എന്ന് അവർ തന്നെ പറയുന്ന KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, കാന്തപുരത്തിന്റെ അബ്ദുറഹിമാൻ മഖ്ദൂബി തങ്ങൾ, ഇവരൊക്കെ പരിഭാഷ ചെയ്ത് എന്തിനാ? ആലിമീങ്ങൾക്ക് പരിഭാഷ ആവശ്യമല്ല, ആലിമീങ്ങൾക്ക് അറബി അറിയാം. അത് അവരെല്ലാവരും അതിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരായ ആളുകൾക്ക് ഖുർആൻ ലളിതമായി പഠിക്കാനാണ് പരിഭാഷ എഴുതിയത്. ആ പരിഭാഷ ഞാൻ പറഞ്ഞത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും ഫസയഖൂലൂനല്ലാഹ്, തീർച്ചയായും അല്ലാഹു ആകുന്നു എന്ന്. അപ്പോൾ ഈ പറയുന്ന മുസ്ലിയാക്കന്മാർ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസ ജീർണതയെക്കാളും അപകടകരമായ അവസ്ഥയിലേക്ക് അവർ പോലും പറയാത്ത വമൻ യുദബ്ബിറുൽ അംറൻ അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആകുന്നു, എന്നാൽ അത് CM ആകുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയോ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയൊക്കെ ആരാധിച്ചപ്പോ അവരുടെ ന്യായം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഇബ്രാഹിം നബി പടച്ചോനല്ല, ഇസ്മായിൽ നബി അല്ല മഴ പെയ്യിപ്പിക്കുന്നത്, ലാത്തയല്ല കുട്ടിയെ തരുന്നത്. പിന്നെ എന്തിനാ ഞങ്ങൾ ലാത്ത എന്ന് വിളിക്കുന്നത്? എന്തിനാ ഉസ്സക്ക് നേർച്ച കൊടുക്കുന്നത്? നമ്മളൊക്കെ പാപികളല്ലേ? ഈ പാപികളായ നമ്മളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാകുന്നു. 39:3. മറ്റൊരു ന്യായം വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം അതിലെ 18-ാമത്തെ ആയത്തിൽ, സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ കാണാം, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യും. അങ്ങനെ ശുപാർശ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്, ഇവരോട് പ്രാർത്ഥിക്കുന്നത് എന്ന്. അപ്പോൾ മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പലയിടങ്ങളിലായി ഇതൊരു മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, നിങ്ങൾ അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങളെ പടച്ചവന്റെ അടുത്തേക്ക് അടുപ്പിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു നിങ്ങളിൽ നിന്നും അകലെയായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിങ്ങളുടെ കാര്യം പടച്ചവനിലേക്ക് ശുപാർശ എന്ന് പറഞ്ഞാൽ ശുപാർശയിലൂടെ മാത്രം എത്തുന്ന ഒരു സ്ഥാനത്തായി പടച്ചവൻ. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. തീർച്ചയായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യ മനസ്സിലുള്ള വിചാരങ്ങൾ, മന്ത്രങ്ങൾ നാം അറിയും. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ നാം അവനോട് അവളോട് അടുത്തിരിക്കുന്നു. സൂറത്ത് ഖാഫ് വിശുദ്ധ ഖുർആൻ 16-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു. എന്താണ്? നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച പടച്ചോന് വേറൊരാൾ പരിചയപ്പെടുത്തി കൊടുക്കണോ? വനഅലമു മാ തുവസ്ബിസു ബിഹി നഫ്സുഹു, മനസ്സിലുള്ള വിചാരങ്ങൾ, മന്ത്രങ്ങൾ നാം അറിയും. മനസ്സിലുള്ളത് അറിയുന്നവനോട് റെക്കമെൻഡ് വേണോ? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ജീവനാഡിയേക്കാൾ അല്ലാഹുവിന്റെ അറിവും അല്ലാഹുവിന്റെ കഴിവും നമ്മുടെ ജീവനാഡിയേക്കാൾ അടുത്തിരിക്കുന്നു. ജീവനാഡിയേക്കാൾ അടുത്തവനോട് അടുപ്പിക്കേണ്ടതുണ്ടോ? വിശുദ്ധ ഖുർആന്റെ ഒരു സ്ഥലത്തുള്ള ചോദ്യമാണിത്. ഇനി ഒരാൾ ഖുർആൻ ഓതി തുടങ്ങണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പടച്ചോനെ പറ്റി പറയുമ്പം തന്നെ അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. പരമകാരുണ്യകനോട് അടുപ്പിക്കാനാണോ? അള്ളാഹുവിന്റെ 99 വിശേഷണങ്ങളിൽ മറ്റൊന്നാണ് അൽ വദൂദ്, ഏറ്റവും സ്നേഹിക്കുന്നവൻ. ഉമ്മയല്ല നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നത്, ഭാര്യയോ ഭർത്താവോ മകനോ മകളോ അല്ല. ഭാര്യയെ നൽകിയവൻ, ഭർത്താവിനെ നൽകിയവൻ, അവരിലൂടെ ആ സ്നേഹം നൽകുന്നവൻ, അവനാണ് അല്ലാഹ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനോട് മറ്റൊരാൾ അടുപ്പിക്കണോ? ഇതാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തോടൊപ്പമുള്ള ബദരീങ്ങളും
ബദർ യുദ്ധത്തിൽ മുശ്രിക്കിനോട് ചോദിച്ചത്, നിന്റെ ഇബ്രാഹിം നബി വിളിയുണ്ടല്ലോ, അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഇബ്രാഹിം നബി ഞങ്ങളുടെ നേതാവാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. അതുകൊണ്ട് റബ്ബിനോട് അടുപ്പിക്കാൻ എന്ന ന്യായം പറഞ്ഞ്, ശുപാർശ ചെയ്യാൻ എന്ന ന്യായം പറഞ്ഞ് ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, നേർച്ച കൊടുക്കാൻ, വഴിപാട് കൊടുക്കാൻ പാടില്ല എന്ന് മഹാന്മാരായ ബദരീങ്ങൾ അവിടെ യുദ്ധം ചെയ്യേണ്ടി വന്നു. ആ ആശയത്തിന് വേണ്ടി ആ ബദരീങ്ങളെ സ്നേഹിക്കാത്തവർ നരകത്തിലാണ്. ബദരീങ്ങളോട് പിരിശൻ വെക്കാത്തവർക്ക് സ്വർഗമില്ല. കാരണം ബദരീങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അനുയായികൾ സ്വഹാബികളാണ്. അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. മറ്റൊരു ന്യായം അവർ പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിക്കരുത്, ഇസ്മായിൽ നബിയെ വിളിക്കരുത്, ലാത്തക്ക് നേർച്ച കൊടുക്കരുത്, ഉസ്സയുടെ പേരിൽ സത്യം ചെയ്യരുത് എന്ന് റസൂലുള്ളയും സ്വഹാബത്തും പഠിപ്പിച്ചപ്പോൾ അവർ മറ്റൊരു ന്യായം പറഞ്ഞു. അത് 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 21-ാമത്തെ ആയത്തിൽ കാണാം. വഇദാ ഖീല ലഹും ഇത്തബിയൂ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിയു മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന അശ്ശൈത്വാനു യദഊഹും ഇലാ അദാബിസ് സഈർ. ഇഷ്ടമുള്ള പരിഭാഷ. വീടുകളിൽ നിന്ന് എന്റെ സംസാരം ശ്രവിക്കുന്ന സഹോദരിമാരെ, വീട്ടിൽ വലിയ ഗാലിയുടെ പരിഭാഷയുണ്ടോ? വലിയ ഗാലിയുടെ പരിഭാഷയുണ്ടോ? അബ്ദുറഹ്മാൻ മഖ്തൂമിയുടെ പരിഭാഷയുണ്ടോ? കൂറ്റനാടിന്റെ പരിഭാഷയുണ്ടോ? ഒന്ന് മറിച്ചു നോക്കണം. ആയത്ത് 31-21 അള്ളാഹു ഇറക്കിയതിനെ നിങ്ങൾ പിൻപറ്റുവീൻ എന്നവരോട് പറയപ്പെട്ടാൽ കാലു അവർ പറയും ബൽ നത്തബിയു മാ വജദ്നാ അലൈഹി ആബാഅനാ. നിങ്ങൾക്കൊന്ന് കേൾക്കണം. ഞങ്ങളുടെ പിതാക്കൾ എന്തൊന്ന് ചെയ്തോ അതേ ഞങ്ങൾ ചെയ്യുള്ളൂ. അതാണ് റസൂലുള്ളയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് റളിയല്ലാഹു അൻഹും മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ മറുപടി. അല്ലാഹ് ഇറക്കിയ നിങ്ങൾ പിൻപറ്റി കൂട്ടരെ. ബൽ നത്തബിയു മാ വജദ്നാ അലൈഹി ആബാഅനാ. ഞങ്ങളുടെ പിതാക്കൾ എന്തൊന്ന് ചെയ്തതായി ഞങ്ങൾ കണ്ടോ അത് മാത്രമേ ഞങ്ങൾ പിൻപറ്റൂ. അവലൗ കാന ശൈത്വാനു യദഊഹും ഇലാ അദാബിസ് സഈർ. പിശാച് ദുർബോധനം നടത്തിയിട്ട് അവരെ കൊണ്ടുപോകുന്ന നരകത്തിലേക്ക്, ആ നരകം സഹിക്കാൻ കഴിയോ നിങ്ങൾക്ക് എന്നാണ്. ഇതേ വിഷയം 2-ാം അധ്യായം സൂറത്തു ബഖറയിലെ 170-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ മറുപടി. അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവർ ചിന്തിക്കാത്ത ആൾക്കാരായിരുന്നെങ്കിലോ, അവർ ഹിദായത്ത് കിട്ടാത്ത ആൾക്കാരായിരുന്നെങ്കിലോ അങ്ങനെ തന്നെ ആവോ? അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ഉപ്പയെ സ്നേഹിക്കണം. നമ്മുടെ ഉമ്മയെയും വല്യാപ്പയെയും വല്യുമ്മയെയും കാരണവന്മാരെയും സ്നേഹിക്കണം. വാപ്പ കാരണവന്മാരെ ആദരിക്കണം. കാരണം അവരൊക്കെ അധ്വാനിച്ചതിന്റെ ഫലമാകാം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പറമ്പ്. അതുകൊണ്ട് നമ്മുടെ ആദർശക്കാരാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ഈ രൂപത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചവരൊക്കെ നമ്മൾ ഓർക്കണം. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസം വന്നാൽ ഉപ്പ ചെയ്തത് എന്തായിരുന്നു, ഉമ്മ ചെയ്തത് എന്തായിരുന്നു, വല്യാപ്പ ചെയ്തത് എന്തായിരുന്നു, വാപ്പകാരണവന്മാർ ചെയ്തത് എന്തായിരുന്നു, ഇതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അല്ല എന്ന് ആര് പഠിപ്പിക്കുന്നു? പഠിപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുന്നത് ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. അവിടുത്തേക്ക് ശേഷം ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. മുസ്ലിം ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചത് ഒരു തരത്തിലൊരു ആശ്വാസമാ. പടച്ചോനെ, കാണുന്നതൊക്കെ അള്ളാന്റെ റസൂല് പ്രവചിച്ചതാണല്ലോ. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾ എന്നെ കുറെ കഷ്ണായി എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ പോയി TV കണ്ടാൽ ശരിയാവൂല. ചില ആൾക്കാർ അങ്ങനെ ആകെ പ്രശ്ന, അതുകൊണ്ട് മൂപ്പര് പള്ളിയിലേക്ക് വരുന്നില്ല, മൂപ്പര് TV കണ്ടു കുത്തിരിക്കുക, അങ്ങനെ പറ്റൂല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അപ്പോൾ എന്ത്? അപ്പോൾ അല്ലാത്ത പദപ്രയോഗം അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെയും എൻ്റെ ഹുലഫാഉർ റാഷിദീങ്ങളുടെയും മാർഗം, അതിൽ നിങ്ങൾ നിൽക്കണം. പിന്നെ അടുത്ത പദപ്രയോഗം അണപ്പല്ലുകൊണ്ട് മുറുക്കെ പിടിക്കണം. നിങ്ങൾ മുന്നിലെ പല്ലോടൊന്നും പിടിച്ചാൽ പോരാ. നല്ല കാട്ടിലുള്ള ഇറച്ചി കഷ്ണം കിട്ടിയാലും അണപ്പല്ലിനെ റെഫർ ചെയ്യാം. ഒരു കയറ് പൊട്ടിക്കണമെങ്കിൽ അണപ്പല്ല, ആ സൃഷ്ടിച്ച പടച്ചോന റസൂലുള്ളാഹിക്ക് വഹി കൊടുത്തത് കൊടുക്ക്. അവിടെ പദം അണപ്പല്ലുകൊണ്ട്, അണപ്പല്ലുകൊണ്ട് മുറുക്കെ പിടിക്കണം.
മറ്റൊരു സ്ഥലത്ത് മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അപ്പോൾ സഹോദരങ്ങളെ, അതിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അതാണ്. ഈ പാരമ്പര്യത്തെ നമ്മൾ വിട്ടാൽ നമ്മൾ വഴിപിടച്ചു പോകും. അതുകൊണ്ട് ഏറ്റവും നല്ല പാരമ്പര്യമാണ് നമുക്ക് വേണ്ടത്. അഥവാ ഭൗതികമായ വിഷയങ്ങളിൽ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഉപ്പാര് ചിലപ്പോൾ വീടിയലിച്ചിട്ടുണ്ടാവും, നമ്മുടെ തലമുറയിൽ ആരെങ്കിലും കള്ളുടിച്ചിട്ടുണ്ടാവും. അവർ വാപ്പകാരണവന്മാരെന്ന് അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അവരൊക്കെ അധ്വാനവും പരിശ്രമവും ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും, അവരെ ഒന്നും തള്ളിപ്പറയാനും പറ്റൂല. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ ഉപ്പയേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന, ഉമ്മയേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന, വല്യാപ്പയേക്കാളും വല്യുമ്മയേക്കാളും നാം സ്നേഹിക്കേണ്ടുന്ന, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസം പൂർണ്ണമാവുകയില്ല തന്നെ, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എൻ്റെ വക പറഞ്ഞതല്ല. സ്വന്തം മാതാവിനേക്കാൾ, സ്വന്തം പിതാവിനേക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ ഒരു വ്യക്തിക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ ആ വ്യക്തിയുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. എങ്കിൽ ദീനിയായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ നമ്മൾ ഉടൻ ദീനിന്റെ പരമ്പരയിലേക്ക് പോകണം. ആ പരമ്പര അവിടുന്ന് ഇങ്ങോട്ട് നോക്കലാണ് എളുപ്പം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞു, ആദ്യ തലമുറ, പിന്നെ അതിന്റെ അടുത്ത തലമുറ, പിന്നെ അതിന്റെ അടുത്ത തലമുറ, ആദ്യ 3 തലമുറ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചു. ആ തലമുറയുടെ വിശ്വാസം, അവിടുത്തെ ആചാരം, അവിടുത്തെ നടപടിക്രമങ്ങൾ അതാണോ നമ്മളിലുള്ളത്? അത് പരിശോധിക്കണം. അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ മടങ്ങണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. ആയത്തിന്റെ തുടക്കത്തിൽ അത്തിയുല്ലാഹ വ അത്തിയു റസൂല വ ഉലിൽ അംരി മിൻകും എന്നാണ് ആയത്തിന്റെ തുടക്കം. പക്ഷെ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ഉലിൽ അംറിനെ ഒഴിവാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. അപ്പൊ സഹോദരങ്ങളെ, അതുകൊണ്ട് പരമ്പരയുമായി ബന്ധപ്പെട്ട് അല്പസമയം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രം ഇത് പറഞ്ഞു അഹ്ലുസുന്നയുടെ മറുപടിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അഹ്ലുസുന്നയിൽ നിന്നേ ഒരു അക്ഷരം എനിക്ക് പറയാൻ പറ്റൂ, എൻ്റെ വക പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ സമസ്തയുടെ അടുത്താണ് പരമ്പര എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് വെച്ച് പരമ്പര വായിച്ചു, കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് പരമ്പര വായിച്ചു. ആ പരമ്പര വായിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ആ പരമ്പരയിലുള്ള തകരാറ് വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ വ്യക്തമായാൽ പിന്നെ അതിനൊരു സ്വാഭാവിക വിശദീകരണം പറഞ്ഞിട്ടല്ലേ വീണ്ടും അത് ആവർത്തിക്കേണ്ടത്? എന്താണ് വ്യക്തമാക്കി കൊടുത്തത്? പല മുസ്ലിയാക്കന്മാരെയും, കാന്തപുരത്തെയും അതേപോലെ തന്നെ ജിഫ്രി തങ്ങൾ പോലെയുള്ള അവരുടെ പ്രസ്ഥാനത്തിന്റെ ഉന്നതന്മാരായ ആളുകൾ, അവർക്ക് ബഹുമാനപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് നമ്മൾ ഒന്നും അധിക്ഷേപിച്ചു പറയുന്നില്ല. അവരുടെയൊക്കെ പരമ്പര എന്ന് പറഞ്ഞ് 2 പരമ്പരയിലും ഓക്കെ സൈനുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹത്തെ ആ പരമ്പരയിൽ ഇവരൊക്കെ വായിച്ച പരമ്പരയിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിന് നമ്മൾ ഒരു മറുപടി പറഞ്ഞു. ഓക്കെ സൈനുദ്ദീൻ മുസ്ലിയാരുടെ പരമ്പരയിൽ അദ്ദേഹത്തിന് ഹദീസ് കിട്ടിയ പരമ്പരയിലുള്ള ഉസ്താദ്, ആ ഉസ്താദിൽ ഒന്ന് ഖലീൽ അഹമ്മദ് സഹാറൻപൂരി, മുഹമ്മദ് ഖാസിം നാനൂത്തവി, ഈ 2 പേരെ കുറിച്ച് അഹമ്മദ് റസാഖാൻ ബറേൽവി ഏറ്റവും ബഹുമാനത്തോടുകൂടി മാത്രം സമസ്ത പേര് പറയാറുള്ള അഹമ്മദ് റസാഖാൻ ബറേൽവി പറഞ്ഞു, ആ വ്യക്തി വഴിപടച്ചവരാണ് ഈ 2 പേരും. അവർ വഴിപടച്ചവരാണെന്ന് സമ്മതിക്കാത്തവരും വഴിപടച്ചവരാകുന്നു. അപ്പോൾ സമസ്തയുടെ അവർ തന്നെ ഉദ്ധരിച്ച പരമ്പര പൊട്ടി. ഈ പരമ്പര പൊട്ടിയതിനെ കുറിച്ച് എന്തേ എവിടെയും ഒന്നും പറയാത്തത്? ഇവിടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഓക്കെ സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി നഹ്വ് പഠിച്ചത് KM മൗലവിയിൽ നിന്നാണ്. ആർക്കും മറച്ചു വെക്കാൻ പറ്റാത്ത ചരിത്രങ്ങളിൽ ഒന്നാണത്.
അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശദീകരണമാണിത്. അതുകൊണ്ട് വളരെ മാന്യമായി ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പരമ്പര. ഇനി ഇവിടെ പറഞ്ഞു മുജാഹിദുകൾ ധാരാളം കഷ്ണങ്ങളായി മാറി. അതേ വ്യക്തി പറഞ്ഞു സമസ്ത നാലായി മാറി. ഒരേ പ്രസംഗത്തിൽ ചോദ്യവും ചോദിക്കുക, അതേ പ്രസംഗത്തിൽ മറുപടിയും പറയുക. സമസ്ത നാലായി മാറി. സമസ്ത നാലായി മാറിയതിൽ അഖീദയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടോ, അമലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടോ? രണ്ടു കൂട്ടരും ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങളിൽ ധാരാളം ഉണ്ട്. അതെന്തുകൊണ്ടാ ഇവിടെ വായിക്കാത്തത്? അത് വായിച്ചത് കൊണ്ട് മേലെ ചെമ്പാട്ടുകാർക്ക് എന്ത് കിട്ടും? അതുകൊണ്ടാണ് വായിക്കാത്തത്. അഥവാ നിഷേധിച്ചാലോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് എന്തായിരുന്നു സമസ്തയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ പറഞ്ഞതും എഴുതിയതും? EK അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് വേദിയിൽ വെച്ച് എന്തായിരുന്നു പറഞ്ഞത്? നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പരമ്പരയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവർക്കും മടങ്ങാവുന്ന ഒന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ രക്ഷാമാർഗം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭിക്കുന്നത്, ഹദീസ് നമുക്ക് ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത വഹയ് റസൂലുള്ളാഹി സ്വീകരിക്കുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതേ റസൂലാണ് ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നത്. ഖുർആനും വഹയാണ്, ഹദീസും വഹയാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബേസാണ്. ഖുർആനും ഹദീസും രണ്ടും വഹയാണ് എന്നത്. രണ്ടും സമമാണോ? അല്ല. ഖുർആൻ ഒന്നാം സ്ഥാനത്തും ഹദീസ് രണ്ടാം സ്ഥാനത്തുമാണ്. എന്നാൽ പ്രമാണം എന്ന നിലക്ക് ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. അത് വിശുദ്ധ ഖുർആനും തിരു ഹദീസും പരിശോധിച്ചാൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. വൈജ്ഞാനിക സമ്മേളനത്തിൽ ഇവിടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു വിഷയം വ്യഭിചാരിയുടെ ശിക്ഷ. ആ വ്യഭിചാരിയുടെ ശിക്ഷയിൽ അവിവാഹിതന്റെ ശിക്ഷ ഖുർആനിലുണ്ട്, സൂറത്തുൻ നൂറിലെ 2-ൽ. എന്നാൽ വിവാഹം കഴിച്ച വ്യക്തിയുടെ ശിക്ഷ ഖുർആനില്ല, അത് ഹദീസിലാണുള്ളത്. അപ്പോൾ വ്യഭിചാരത്തിന്റെ ശിക്ഷ ഒരു ഇസ്ലാമിക ഭരണമുള്ളിടത്ത് പൂർത്തിയാകണമെങ്കിൽ ഖുർആനും വേണം, ഹദീസും വേണം. അപ്പോൾ ലൈഫായ ഹദീസില്ലേ? ഉണ്ട്. ലൈഫായ ഹദീസ് കൊണ്ട് ആരെയും ഇന്ന് പറ്റിക്കാൻ പറ്റില്ല. മുഴുവൻ വേർതിരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ദിക്റിനെ, ഈ ഉത്ബോധനത്തെ ഇറക്കിയിട്ടുള്ളത്. നാം തന്നെ അതിനെ സംരക്ഷിക്കും. ഖുർആന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ് ഹദീസിന്റെ സംരക്ഷണം. കാരണം ഖുർആനിന്റെ പ്രായോഗിക രൂപം ഹദീസിലാണുള്ളത്. നമസ്കരിക്കണമെന്ന് ഖുർആനിൽ എത്ര വക്ത്, സുജൂദ് എങ്ങനെ, റുക്കൂ എങ്ങനെ, അവിടെ എന്ത് പറയണം, അതൊക്കെയുള്ളത് ഹദീസിലാണ്. അതുകൊണ്ടാണ് തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴച്ചു പോവില്ല. ആരെങ്കിലും ഹദീസല്ലേ എന്ന് പറഞ്ഞ് സംശയമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി പരലോകത്തെ പേടിക്കണം. കാരണം ഖുർആൻ മാത്രം മുറുകെ പിടിച്ചാൽ വഴിപിഴച്ചു പോകുമെന്ന് പഠിപ്പിച്ചത് ഖുർആൻ എത്തിച്ചു തന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് വൈജ്ഞാനിക സമ്മേളനത്തിൽ ഇതേ സ്ഥലത്ത് വെച്ച് ചില സഹോദരിമാർക്ക് വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ വേദനാജനകമായ ഒരു പരാമർശമുണ്ടായി. എന്തായിരുന്നു ആ പരാമർശം? സംസം വെള്ളത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന ഹദീസ് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മേലെ ചമ്പാട് വെച്ച് സഹോദരിമാരോടൊരു സഹോദരി സംസാരിച്ചപ്പോ ഞങ്ങൾ ആരെയും നോക്കി നിന്നില്ല. ഇവിടെ വെച്ച് തന്നെ അത് ശരിയല്ല എന്ന് ഈ വേദിയിൽ വെച്ച് തന്നെ ഞങ്ങൾ മറുപടി പറഞ്ഞു. അതും മുജാഹിദിന്റെ പേരിൽ അറിയപ്പെടുന്നവരല്ലേ, അപ്പൊ അത് പറഞ്ഞാ പിന്നെ ജനങ്ങൾ അറിയില്ലേ? ആരും അറിഞ്ഞോട്ടെ. കാരണം ഒരു ഹദീസ് നിഷേധിച്ചാൽ മുഴുവൻ ഹദീസും നിഷേധിച്ചതുപോലെ. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ സഹോദരിമാർ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. ആരാണോ മേലെ ചമ്പാട് ദീനിന്റെ പേരിൽ പണം പിരിച്ച് സഹോദരങ്ങൾ നടത്തിയിട്ടുള്ള പരിപാടിയിൽ ഏത് സഹോദരിയാണോ സംസം വെള്ളത്തിന്റെ പ്രാധാന്യത്തെ നിഷേധിച്ചുകൊണ്ട് സംസാരിച്ചത്, ആ സഹോദരിയോട് പറയണം അത് തിരുത്തണമെന്ന്. കഴിയുമെങ്കിൽ മേലെ ചമ്പാട് തന്നെ സഹോദരിമാർക്കൊരു ക്ലാസ് വെച്ച്
ആ ക്ലാസ് എടുത്ത സഹോദരി തന്നെ വന്ന് പറയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അള്ളാഹു അത് സാധിപ്പിക്കുമാറാകട്ടെ. ഇങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒരു ഹദീസിനെ കുറിച്ച് മേലെ ചമ്പാട് വെച്ച് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അതിന് കൃത്യമായി മറുപടി കൊടുത്തവരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധക സംവിധാനം. യഥാർത്ഥത്തിൽ അതിനുശേഷം കിട്ടിയ പ്രതികരണങ്ങളിലാണ് വലിയ സന്തോഷം. സഹോദരിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെയുള്ള പരിപാടിയിൽ വന്നത് വലിയ സന്തോഷമായി. കാരണം നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. നിങ്ങൾ പറഞ്ഞിരുന്നു കേരളത്തിൽ ഈ സംസം വെള്ളത്തിന്റെ പ്രാധാന്യത്തെ നിഷേധിക്കുന്ന ചേകനൂരിയൻ ആശയം ചിലർ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിരുന്നു. ഈ പരിപാടിക്ക് പോയപ്പോ ഞങ്ങൾ നേരിട്ടത് കേൾക്കുകയും ചെയ്തു. ഒരു സന്തോഷം, ആ പ്രസംഗ ഭാഗം നെറ്റിൽ നിന്ന് ഒഴിവാക്കി. അൽഹംദുലില്ലാ, സന്തോഷം. അത് തുടക്കമാണ്. ഞാൻ പറയും, ഇത് വാശിയായി എടുക്കരുത്, ദേഷ്യമായി എടുക്കരുത്. ഇതിനിപ്പോ എന്താ പറയാ, അങ്ങനെ ഒന്നും അല്ല എടുക്കേണ്ടത്. മറിച്ച് സന്തോഷത്തോടുകൂടി സംസം വെള്ളത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറയുന്ന ഹദീസിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പണ്ഡിതന്മാരെ ഇരുത്തി കൃത്യമായി തെളിയിച്ചു തരും. ഒരു വ്യക്തിക്ക് വേണോ, ഒരു വ്യക്തിക്ക് വേണ്ടി പണ്ഡിതൻ വരും, ഒരു കൂട്ടത്തിന് വേണ്ടോ, അവർക്ക് വേണ്ടി വരും. കാരണം ഒരു ഹദീസ് നിഷേധിച്ചാൽ മുഴുവൻ ഹദീസും നിഷേധിച്ചതുപോലെ, ഒരായത്ത് തള്ളിയാൽ മുഴുവൻ ആയത്തും തള്ളിയതുപോലെ. ഇനി സഹോദരങ്ങളെ, സംസം വെള്ളത്തിന്റെ പ്രാധാന്യം നിഷേധിച്ച രേഖ ഞങ്ങൾ ഇവിടെ നേരത്തെ കാണിച്ചിരുന്നു. ഞാനിത് പറയാൻ കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചില ആളുകൾ ഈ പ്രസ്ഥാനത്തിന് നേരെ ശബ്ദിക്കാൻ ശ്രമിച്ചപ്പോ ഈ പ്രദേശത്ത് തന്നെ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. അതേപോലെ തന്നെ ഈ ഖുർആനും ഹദീസുമാകുന്ന ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ, ഈ പ്രമാണങ്ങൾ കയ്യിലേന്തുന്ന ആളുകൾ തന്നെ എങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് പോയി എന്നതും വൈജ്ഞാനിക സമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു. അതിന് കാരണം ഖുർആനും ഹദീസും പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഖുർആൻ പറഞ്ഞതുപോലെയാണ്, ഹദീസ് പറഞ്ഞതുപോലെയാണ്. ബഹുമാന്യനായ സഹോദരൻ നേരത്തെ വിശദീകരിച്ചു. വഴിപടച്ചു പോകുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ച മാർഗത്തിനെതിരെ പ്രവർത്തിച്ചു. സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റി. ഖുർആൻ ഇറങ്ങുമ്പോഴുള്ള സത്യവിശ്വാസികൾ ആരാ? സ്വഹാബികൾ. സ്വഹാബികളുടെ മാർഗം പിൻപറ്റണം. ഖുർആനും ഹദീസും പഠിക്കുന്നിടത്ത്, വ്യാഖ്യാനിക്കുന്നിടത്ത്, ജീവിതത്തിൽ പകർത്തുന്നിടത്ത് സ്വഹാബികളുടെ മാർഗത്തെ പിൻപറ്റണമെന്ന് ഖുർആൻ. മാ അന അലൈഹിൽ യൗമ വസ്ഹാബി എന്ന് റസൂലുള്ളാഹ്. ആ മാർഗം തെറ്റിയതാണ്. അതാണ് യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ സിഎമ്മിന്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നത് കണ്ടില്ലേ, അനല്ലാ എന്ന് പറയുന്നത് കണ്ടില്ലേ. ആ അവസ്ഥയിലേക്കൊക്കെ എത്താനുള്ള അടിസ്ഥാനപരമായ കാരണം എന്താണ്? ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കുന്നിടത്ത് അബദ്ധം പറ്റിയതാണ്. കൊട്ടപ്പുറം സംവാദത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞ സമസ്തയുടെ പണ്ഡിതൻ പറഞ്ഞു, ഉണ്ട് മൗലവി, ഉണ്ട്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, കഴിഞ്ഞു പോയ നമ്മുടെ പ്രവാചകന്മാരോട് നീ ചോദിച്ചു നോക്കുക. അപ്പോൾ മൗലവി, കഴിഞ്ഞു പോയ പ്രവാചകന്മാർ വഫാത്തായവരല്ലേ, ആ വഫാത്തായവരോട് ചോദിക്കാനല്ലേ അല്ല പറഞ്ഞത്. അല്ലാഹു അക്ബർ. ജയിച്ചു. കുറെ കാലായി അല്ലല്ലാത്തോലെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയത്തുണ്ടോ എന്ന് ചോദിക്കുന്നു. ജയിച്ചു. ദാ ആയത്ത് കിട്ടിയില്ലേ. വളരെ കുറച്ച് ന്യൂനപക്ഷം വരുന്ന മുജാഹിദുകളെ സദസ്സിലുള്ളൂ. ബഹുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്ന സംവാദമായിരുന്നു അത്. 43-ാം അധ്യായത്തിലെ സൂറത്ത് സുഹ്റുഫിലെ 45-ാം ആയത്തിന്റെ പകുതി ഭാഗം മുസ്ലിയാരോധി. അപ്പൊ ജനങ്ങൾ ശ്രദ്ധിച്ചു. ഇതിനെന്താണ് സലഫികൾക്കുള്ള മറുപടി? അഹ്ലുസുന്നയുടെ മറുപടി കൽപ്പിച്ചു കൊടുത്തു. മുജാഹിദിന്റെ ഭാഗത്തിലെ പണ്ഡിതൻ എഴുന്നേറ്റ് പറഞ്ഞു, ഈ ആയത്ത് കൊട്ടപ്പുറത്തിറങ്ങിയതല്ല, മക്കത്തിറങ്ങിയതാണ്. ഈ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളയും അത് കേട്ട സ്വഹാബത്തും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിച്ചിരുന്നോ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്ന് വിളിച്ചിരുന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. നമ്മുടെ പണ്ഡിതൻ നിർത്തിയില്ല. നമ്മൾ തമ്മിൽ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒരായത്തിന്റെ ഹദീസിന്റെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നമ്മൾ രണ്ടു കൂട്ടരും കൂടി അംഗീകരിച്ച തഫ്സീർ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ധാരാളം തഫ്സീറുകൾ. അടുത്ത ചോദ്യം, ഈ തഫ്സീറിൽ ഏത് തഫ്സീറിലാണ്
കാന്തപുരം പറഞ്ഞ ആ വിശദീകരണം ഉള്ളത്. അപ്പൊ ആൾക്കാരൊക്കെ സംഗതി മുജാഹിദാണെങ്കിലും വല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്തായിരിക്കും ഇപ്പം മുസ്ലിയാർ മറുപടി പറയുക? അവിടെയാണ് ചില ആളുകൾ ഇവിടെ സംസാരിച്ചു, അക്ഷരവായന പറ്റില്ല, ഖുർആനിന്റെ അക്ഷരവായന പറ്റില്ല എന്ന് പറഞ്ഞു. 100% അംഗീകരിക്കുന്നു. ഇവിടെ സംസാരിച്ച സംസാരം ഖുർആനിന്റെ അക്ഷരവായന പറ്റില്ല. എന്താണ് അതിനുള്ള മറുപടി പറഞ്ഞത്? കാന്തപുരം പറഞ്ഞ മറുപടി, ആയത്തുകൊണ്ട് തന്നെ മനസ്സിലാകുമ്പോൾ എന്തിനാ മൗലവി തഫ്സീർ? കാന്തപുരം അക്ഷരവായന നടത്തി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, വസ്അൽ, നീ ചോദിക്കുക, മൻ ഒരുത്തനോട്, അർസൽനാ, നാം അയച്ച, മിൻ ഖബലിക, നിനക്ക് മുമ്പ്, മിർ റുസുലിനാ. എത്ര വ്യക്ത മൗലവി അക്ഷരവായന. അപ്പോൾ നമ്മൾ ഇപ്പുറത്തുനിന്ന് അക്ഷരവായന നിർത്തു. ആ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളയും അത് കേട്ട സ്വഹാബത്തും ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നോ? അങ്ങനെയുണ്ടെങ്കിൽ ഇക്കാണുന്ന തഫ്സീറിൽ ഏത് തഫ്സീറിലാണ് അത് പറഞ്ഞത്? മുസ്ലിയാരുടെ മറുപടി, ആയത്ത് കൊണ്ട് തന്നെ മനസ്സിലാകുമ്പോൾ എന്തിനാ മൗലവി തഫ്സീർ? എന്റെ ബുദ്ധി തോന്നിയതാണ്, വേറെ എവിടെയില്ല. ഇനി അറിയുമോ, 100% അഹ്ലുസുന്നത്തി വൽ ജമാഅയുമായി അംഗീകരിക്കുന്നത് എന്ന് റിസാല കൊടുത്ത ഈ പരിഭാഷയിലും ആ ആയത്തിൽ അങ്ങനെ ഒരു വിശദീകരണം ഇല്ല. അപ്പോൾ വളരെ കൃത്യം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഇങ്ങനെ ആയത്തുകൾ അഹ്ലുസുന്നയുടെ മാനദണ്ഡത്തിനെതിരായി, വൽ ജമാഅത്തിന്റെ മാനദണ്ഡത്തിനെതിരായി തോന്നിയതുപോലെ വിശദീകരിച്ച് ഇപ്പോൾ എവിടെ എത്തിയെന്നറിയുമോ? ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം കാണിക്കുന്നത് കേവലം ഒരു ക്ലിപ്പിന് വേണ്ടിയല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും ദൗത്യം എത്രമാത്രം വലുതാണ് എന്നറിയാനാണ്. ആ ക്ലിപ്പിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു ആയത്ത് പെടുത്താം. വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായത്തിലെ 65-ാമത്തെ ആയത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഇദാ റകിബൂ ഫിൽ ഫുൽക് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ഫഇദാ റകിബൂ ഫിൽ ഫുൽക്, കപ്പലിൽ അവർ യാത്ര ചെയ്യുന്നതായാൽ, ദഅവുല്ലാഹ്, അവർ അല്ലാഹുവിനെ വിളിക്കും, മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി കീഴ്വണക്കം പടച്ചവന് സമർപ്പിച്ചുകൊണ്ട്. ഇതാരെ കുറിച്ചാ പറഞ്ഞത്? ഈ തഫ്സീറിൽ അടക്കം എല്ലാ തഫ്സീറിലുമുണ്ട്. മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അവർ കാറ്റിലും കോളിലും പെട്ടു. ആ കാര്യം 31-32 പറയുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനിലെ 32 മലകൾ പോലെയുള്ള തിരമാല വന്നിട്ട് കപ്പൽ ഇപ്പം മറിയുന്ന അവസ്ഥ എത്തും എന്ന് അവിടെ പറയുന്നുണ്ട്. ആ കപ്പലിൽ അവർ യാത്ര ചെയ്യുമ്പോ അവർ അള്ളാനെ വിളിക്കും. ആര്? മക്കയിലെ പച്ച മുശ്രിക്ക്, മേലെ ചെമ്പാടുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും. വിശുദ്ധ ഖുർആൻ ഓതുമ്പം മുശ്രിക്കീൻ എന്ന് പറയുന്ന മക്കയിലെ പച്ച മുശ്രിക്കുകൾ കാറ്റിലും കോളിലും പെട്ടുകഴിഞ്ഞാൽ അവർ വിളിക്കും, അവർ അള്ളാഹുവിനെ വിളിക്കും. അത് വെറുതെ വിളിച്ചതായിരിക്കും. മുഖ്ലിസീൻ, ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി, ലഹുദ്ദീൻ, കീഴ്വണക്കം പടച്ചോന് സമർപ്പിച്ചുകൊണ്ട്. ആയത്ത് തീർന്നില്ല. അടുത്ത വാചകം കേട്ടോളൂ, ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അങ്ങനെ പടച്ചോൻ അവരെ രക്ഷിച്ചു, അവർ കരയിലെത്തി. ഇദാഹും യുശ്രികൂൻ, ഇബ്രാഹിം നബി നമ്മളെ രക്ഷിച്ചു, ഇസ്മായിൽ നബിന്റെ ബർക്കത്തോണ്ട് നമ്മൾ കഴിച്ചിലായി എന്ന് പറയും. ആര് പറയും? മക്കയിലെ മുശ്രിക്ക് പറയും. അപ്പോൾ കാറ്റിലും കോലിലും പെടുമ്പോൾ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആരെ? മോശക്കാരെയല്ല, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി അലൈഹിസ്സലാം തുടങ്ങിയ മഹാന്മാരെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടാൽ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും. അപ്പോൾ കടലിലും കാറ്റിലും കോളിലും പെടുമ്പോൾ അള്ളാഹുവിനെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. രക്ഷപ്പെട്ടാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ഇബ്രാഹിം നബിയാണ്, ഇസ്മായിൽ നബിയാണ് എന്നവർ പറയുകയും ചെയ്യും. എൻ്റെ സംസാരം ഒന്ന് സ്ലിപ്പായി പോയതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചത്. കാറ്റിലും കോളിലും പെടുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ചു, മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം പടച്ചവന് സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ ഇദാഹും യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്തു. വളരെ കൃത്യം. ഇനി സഹോദരങ്ങളെ, നിങ്ങൾ ആ രംഗമൊന്ന് കാണുക. ിൽ
കുറെ ഐറ്റങ്ങൾ ഉയരത്തിലത് ആ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ ഈ സഹോദരങ്ങൾ പോലും എഴുതി വെച്ച പരിഭാഷയിലുള്ള അർത്ഥമാണ് ഞാൻ വായിച്ചത്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ സന്നിഗ്ധ ഘട്ടം വരുമ്പോ, കാറ്റിലും കോളിലും പെടുമ്പോ അല്ലാഹുവേ ദാഉല്ലാന്ന് വിളിച്ചു. രക്ഷപ്പെട്ടാലോ അല്ലാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്തു. ഇവിടെ ഇതാ കാറ്റിലും കോളിലും പെടുമ്പോ ആദ്യം ബറക്കത്തോണ്ട് തുടങ്ങി, പിന്നെ ബറക്കത്തൊക്കെ വിട്ട് ബദരീങ്ങളെ, ഒരു കരയാണ് ബദരീങ്ങളെ. അവിടെയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, മഹാന്മാരായ ബദരീങ്ങളെ തള്ളിപ്പറയലാണത്. ബദരീങ്ങളെ തള്ളിപ്പറയാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കാരണം ബദരീങ്ങളുടെ നേതാവ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ കാറ്റിലും കോളിലും പെടുന്നതിനേക്കാളും ഗൗരവമായ പ്രശ്നത്തില് മഹാന്മാരായ ബദരീങ്ങൾ പെട്ടിട്ടുണ്ട്. ഏതാ വിഷയം എന്നറിയോ? 300-ൽ പരം മാത്രം വരുന്ന സത്യവിശ്വാസികൾ, അവർക്കെതിരെ 1000-ഓളം വരുന്ന ആൾക്കാർ സർവായുധ സജ്ജരായി പടനയിക്കുകയാണ്. ഒട്ടിയ വയറും മുറിഞ്ഞ വാളും മാത്ര വിശ്വാസികളുടെ ഭാഗത്തുള്ളത്. ആ സമയത്ത് ആര് മൂന്നാം കക്ഷി നോക്കിയാലും മുസ്ലിങ്ങൾ പരാജയപ്പെട്ടത് തന്നെ. ആ സന്ദർഭത്തിൽ മഹാന്മാരായ ബദരീങ്ങൾ ഒരായുധം കയ്യിലെടുത്തു. ഏതാണ് ആയുധം? ബദർ യുദ്ധത്തിൽ പരാജയപ്പെടുക എന്ന മുസീബത്ത് നിന്ന് രക്ഷപ്പെടാൻ മഹാന്മാരായ ബദരീങ്ങൾ എന്തു ചെയ്തു? സുന്നിയും മുജാഹിദും പറയണ്ട, മുസ്ലിയാരും മൗലവിയും പറയണ്ട, അല്ല പറയട്ടെ. 8-ാം അധ്യായം സൂറത്ത് അൻഫാലിലെ 9-ാമത്തെ ആയത്ത്, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം, ഫസ്തജാബ ലക്കും, അപ്പോൾ നാം നിങ്ങൾക്ക് ഉത്തരം നൽകി. 1000 മലക്കുകളെ കൊണ്ട് നാം നിങ്ങളെ സഹായിച്ചു. അപ്പോൾ മഹാന്മാരായ ബദരീങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, അതും ദീനുൽ ഇസ്ലാം മുച്ചൂടം നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഘട്ടത്തിൽ, അവർ നൂഹ് നബിയെ വിളിച്ചില്ല, ഇബ്രാഹിം നബിയെ വിളിച്ചില്ല, ഇസ്മായിൽ നബിയെ വിളിച്ചില്ല. അവർ നേരെ ഇസ്മായിൽ നബി വിളിച്ച റബ്ബിനെ, ഇബ്രാഹിം നബി വിളിച്ച റബ്ബിനെ, യൂസുഫ് നബി അലൈഹിസ്സലാം വിളിച്ച റബ്ബിനെ അവർ വിളിച്ചു. അതുകൊണ്ട് ഈ മുസ്ലിയാര് ആ കാറ്റും കോളും വരുന്ന സന്ദർഭത്തിൽ കാറ്റിന്റെ സൃഷ്ടാവിനെയാണ് വിളിക്കേണ്ടത്, വെള്ളത്തിന്റെ സൃഷ്ടാവിനെയാണ് വിളിക്കേണ്ടത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി സഹായിക്കാൻ കഴിയുന്ന റബ്ബിനെയാണ് വിളിക്കേണ്ടത്. ആ റബ്ബിനെ വിളിക്കേണ്ടതിന് പകരം മഹാന്മാരായ ബദരീങ്ങളെ തള്ളിപ്പറഞ്ഞു. ആ തള്ളിപ്പറഞ്ഞതിലുള്ള വിഷമം ഖിയാമത്ത് നാൾ വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അഹ്ലുസുന്നത്തിലേക്ക് വൽ ജമാഅത്തിലേക്ക് തിരിച്ചു വരണം. കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ആയാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹിൽ യൗം, അല്ലാഹുവേ ഈ ദിവസത്തെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വൈകുന്നേരമാകുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹിൽ ലൈല, ഈ രാത്രിയുടെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അങ്ങനെ ഓരോ സന്ദർഭത്തിലും ബദരീങ്ങളുടെ നേതാവ് നമുക്ക് ദിക്റുകൾ പഠിപ്പിച്ചു, ദുആകൾ പഠിപ്പിച്ചു. അതല്ലേ നമ്മൾ ചെല്ലേണ്ടത്? അതിന് പകരം ബിദ്ഈ ആശയങ്ങൾ, പുത്തൻ വാദങ്ങൾ ആര് തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലും അവർ അപകടത്തിൽ ചെന്ന് പെട്ടുപോകും.
അതുകൊണ്ട് ഒരൊറ്റ പുത്തൻ വാദത്തെയും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. മഹാന്മാരായ ബദരീങ്ങളെ തള്ളിപ്പറയുന്ന പുത്തൻ വാദം നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. ഇനി സഹോദരങ്ങളെ, ഇതേ പുത്തൻ വാദം ഖബറിന്റെ അടുത്തും വന്നു. ഖബറിന്റെ അടുത്ത് അതെന്താ, ഖബർ സിയാറത്തില്ലേ, ഖബറിന്റെ അടുത്ത് പോയിക്കൂടെ എന്നൊക്കെ ആൾക്കാർ പറയാ. അത് നമ്മൾ വിശദീകരിച്ചതാണ്, ഇവിടെയും വിശദീകരിച്ചതാണ്. സലഫി പള്ളിയിലെ ഖുത്ബ കേൾക്കുന്നതോടുകൂടി ആ തെറ്റിദ്ധാരണയൊക്കെ ആൾക്കാർക്ക് അവസാനിച്ചു. എന്തിനാണ് ഖബർ സിയാറത്ത്? നമുക്കൊരു ഉത്ബോധനം, നമുക്ക് മരണത്തെക്കുറിച്ച് ഓർക്കാൻ, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ 2-3 ലക്ഷ്യങ്ങൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറി ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലെത്തി ചില ആളുകളൊക്കെ. നിങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന് പറയാണ്. ആരാപ്പവിടെ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നത് എന്ന് സാധാരണക്കാര് പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗം, അതൊരു കാര്യം ബോധ്യപ്പെടാൻ വേണ്ടി നിങ്ങളൊന്ന് കാണുക. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, കേസുകളുണ്ടോ, പ്രശ്നങ്ങൾ, അതൊക്കെ ഇവിടുന്ന് അങ്ങ് പരിഹരിക്കണേ യാ വലിയല്ലാ. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളോട് ബന്ധപ്പെട്ട വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ആളുകളുണ്ട്, ഞങ്ങൾക്കൊന്നും അറിയാത്തവരാണ്. അതുകൊണ്ട് അവരൊക്കെ ഇവിടുന്ന് നോക്കണേ ബഹുമാനപ്പെട്ടവരെ. ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ മഹാനവറുകളെ, ഓർമ്മശക്തി നൽകണേ ബഹുമാനപ്പെട്ടവരെ. സഹോദരങ്ങളെ, വലിയ ക്ലിപ്പാണ്, കൂടുതൽ കാണേണ്ടതില്ലല്ലോ. ബുദ്ധി നൽകണം, ബുദ്ധി നൽകണം, ഓർമ്മശക്തി കിട്ടണം. ആരാ നൽകേണ്ടത്? ഖബറിൽ മരിച്ചു കിടക്കുന്ന ആള്. മേലെ ചെമ്പാടുള്ള സഹോദരീ സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങളിൽ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടവരെ ഈ ഖബർ സിയാറത്തിനെയാണ് എതിർക്കുന്നത്. ബുദ്ധി കിട്ടണം. ഇപ്പൊ കുട്ടികളെ പരീക്ഷയാണ്, മോഡൽ കഴിഞ്ഞു, ഇനി SSLC പരീക്ഷയിലേക്ക് പോകുന്നു. പരീക്ഷയുടെ പ്രളയമാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധി കിട്ടണം, ഓർമ്മശക്തി കിട്ടണം. അതിനെന്താ മാർഗം? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മാർഗങ്ങൾ. മാർഗമല്ല, മാർഗങ്ങൾ പഠിപ്പിച്ചു. അതിലൊരു മാർഗം എന്താ? സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബ് ദുആ സ്വീകരിക്കുന്ന സമയമാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അസ്ഹാറിന്റെ, സുഹൂറിന്റെ, അത്തായത്തിന്റെ സമയം ഇസ്തിഗ്ഫാറിന്റെ സമയമായി നിശ്ചയിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. ആ സമയത്ത് മോളോട് പറയാ, മോനെ സുബൈന്റെ തൊട്ട് മുമ്പ് മോൻ 1 റക്അത്ത് നിസ്കരിക്കണമല്ലേ, 3 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് പരീക്ഷന്റെ മുഴുവൻ കാര്യവും മോള് പടച്ചോനോട് പറയും. മോന് പടച്ചോനോട് പറയും, നമ്മുടെ വക നമ്മളും പ്രാർത്ഥിക്കണം. അതാണ് പരീക്ഷ വിജയിക്കാനുള്ള മാർഗം, അതാണ് ബുദ്ധി കൂടാനുള്ള മാർഗം. ബുദ്ധിയുടെ സ്രഷ്ടാവിനോട് മാത്രമേ ബുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂ. ഓർമ്മശക്തി നൽകുന്നവനോട് മാത്രമേ ഓർമ്മ കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. സ്വന്തം റൂഹിനെ മലക്ക് പിടിക്കാൻ വന്നപ്പോ അത് തടയാൻ പറ്റാത്താണ്ട് അയാൾ മരിച്ചിട്ട് ഖബറിലെത്തിയത്. അയാളോടാ ബുദ്ധി ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബർ സിയാറത്തിന്റെ പേരിൽ ചില സ്ഥലത്തൊക്കെ മുസ്ലിയാക്കന്മാർ പെണ്ണുങ്ങളെ വിളിച്ചിട്ട്, പടച്ചോനെ ഇതൊക്കെ കേട്ടാ ഭയങ്കര പ്രശ്നമാവല്ലോ എന്ന് പറഞ്ഞാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂന്നില്ലേ, ഹോ അയ്യുഹൻ നബിയൂ, നബിനെ വിളിച്ചു. ബാക്കി എന്താ? അത് റസൂലിനോടുള്ള ഇസ്തിയാസയാണോ? അത് റസൂലുള്ളയോട് ഇസ്തിയാസയാണോ? റസൂലുള്ളക്ക് വേണ്ടിയുള്ള ദുആയാണ്. വലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, മുഴുവൻ സ്വാലിഹീങ്ങൾക്കും വേണ്ടി അത്തഹിയാത്തിലുള്ള ഒരു ദുആ. ആ ദുആന്നൊരു കഷ്ണം എടുത്തിട്ട് ബെല്ല പെണ്ണുങ്ങളെ വിളിച്ചിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ആ അത്തഹിയാത്ത് വിശദീകരിച്ച റസൂലുള്ളയോ, അത് പഠിച്ച സ്വഹാബത്തോ, അതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള വഫാത്താകും മുമ്പ് ഏതെങ്കിലും ഒരു സ്വഹാബി ഈ അത്തഹിയാത്തിന്റെ പേരിൽ നബിയേന്ന് വിളിച്ചോ? ഇല്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സ്വകാര്യമായി ശിർക്ക് പഠിപ്പിച്ചാലും പരസ്യമായി ശിർക്ക് പഠിപ്പിച്ചാലും അപകടകരമാണ് അത്തരം പ്രവണതകൾ. മാത്രമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയാണ്. ആ സമയത്ത് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ റസൂലുള്ളയുടെ വഫാത്തിന്റെ രംഗം കേൾക്കുമ്പോൾ നമുക്കും സഹിക്കാൻ പറ്റില്ല. റസൂലുള്ളയോടൊപ്പം അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അടുത്ത ചെറിയൊരു പ്രശ്നം, അടുത്ത ഖലീഫയാകേണ്ടത് ആരാണ്? റസൂലുള്ളയുടെ ആ പരിശുദ്ധമാക്കപ്പെട്ട മയ്യത്ത് ഖബറിലേക്ക് നീങ്ങിയിട്ടില്ല. അപ്പൊ സ്വഹാബത്ത് നബിയേന്ന് വിളിച്ചോ? നബിയെ, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇങ്ങനെ ഒരു ശൂറ നടന്നുകൊണ്ടിരിക്കുകയാണ്,
തിരിയുന്നില്ല. അപ്പൊ ആരെയാണ് ഖലീഫയാക്കേണ്ടത്? നബി ഒന്നിങ്ങനെ ചൂണ്ടിയാ പോരെ അബൂബക്കർ സിദ്ദീഖിന് നേരെ? ഖബറിൽ പോകുന്നതിന് മുമ്പെങ്കിലും സ്വഹാബത്ത് അങ്ങനെ പറഞ്ഞോ സഹോദരങ്ങളെ? ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ കാണണം. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, കുറേ സമയമെടുത്ത് പല പ്രദേശത്തും ആളുകൾ വന്ന് പറയാണ്, ഇവരല്ല എന്ന് പറഞ്ഞാൽ കയ്യുള്ള അല്ല, കാലുള്ള അല്ല, ഇരിക്കുന്നല്ല, ഇറങ്ങുന്നല്ല, അങ്ങനെ പറഞ്ഞങ്ങട്ട് ശരിയാക്കും ആൾക്കാര്. യഥാർത്ഥത്തിൽ ഇതിന്റെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ സമയം മുഴുവനും വേസ്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാകും. ആ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണോ അതേ നിലപാടാണ് മുജാഹിദുകൾക്കും ഉള്ളത്. അതിനു മുമ്പ് അതിൻ്റെ ഒരു വിഷയം മനസ്സിലാകുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്നാമതായി 1996 ജനുവരി 5 റിസാല വാരികയിൽ EK മാഹിൻ സഖാഫി എഴുതുകയാണ്, ഈ രാത്രി അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും. ഇത് വെച്ചിട്ട് ഒരു സലഫി സംസാരിക്കുകയാണ്, ഈ SSFകാരെ പടച്ചോൻ ആരാന്നറിയോ? ആകാശത്ത് ഇങ്ങനെ ഇറങ്ങി വരും. ദാ റിസാലയിലുണ്ട്, 1996 ജനുവരി 5 EK മാഹിൻ സഖാഫിയ എഴുതിയത്. അതിലങ്ങനെ ഉണ്ട് എന്ന് കാണിക്കാൻ പറ്റും. നമ്മളത് പറയുന്നില്ല. അതേപോലെ തന്നെ മറ്റൊന്ന് നിങ്ങൾ കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പല സ്ഥലങ്ങളിൽ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതേപോലെയുള്ള അള്ളാഹുവിന്റെ മുഖം എന്ന് മറ്റൊരു സ്ഥലത്ത് കാണാൻ പറ്റും. നിങ്ങൾ കേൾക്കുക, മഹിത പ്രതാപത്തിന്റെയും ഔദാര്യത്തിന്റെയും ഉടയവനായ നിന്റെ നാഥന്റെ മുഖം മാത്രം അവശേഷിക്കും. റഹ്മത്തുള്ളാ കാസ്മിയുടെ പരിഭാഷയിൽ പേജ് 962 ഇങ്ങനെ ധാരാളം കാണാൻ പറ്റും. നമ്മളൊരു ക്യാമ്പയിൻ അങ്ങോട്ട് തുടങ്ങിയെന്ന് വിചാരിക്കുക, ഈ സമസ്തക്കാരുടെ അള്ളാ എന്ന് പറഞ്ഞാൽ മുഖമുള്ള അള്ളയാകുന്നു, കൈയുള്ള അള്ളയാകുന്നു. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ എന്താ ഇപ്പൊ ചെയ്യാ? ഇതേപോലെയാണ് മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിൽ ഇത്തരം വശങ്ങളുടെ അർത്ഥം അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ നമ്മളൊരു ഐക്യ രൂപത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇവിടെയൊക്കെ ഈ വിഷയങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച ആളുകൾ അംഗീകരിക്കുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി അദ്ദേഹം പറഞ്ഞത് സുന്നി വോയിസിലാണ്. 2001 ഏപ്രിൽ 1 മുതൽ 15 വരെയുള്ള ലക്കത്തിലാണ്. അത് നമ്മളും അംഗീകരിക്കുന്നതുകൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, ആര് സത്യം പറഞ്ഞ് നമ്മൾ അംഗീകരിക്കും. ഇവിഷയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ രൂപം അറിയില്ല. ശരിക്കും മനസ്സിലാക്കണം. കാന്തപുരം പറഞ്ഞതാണ്, സുന്നി വോയിസിലാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ സംബന്ധിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക എന്ന രൂപം അറിയില്ല. ഇനി കേട്ടോളൂ, അക്കാര്യം നിഷേധിക്കുന്നത് കുഫറാണ്. അള്ളാഹിന്റെ മുഖം എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനല്ല, അക്കാര്യം നിഷേധിക്കുന്നത് കുഫറാണ്. അടുത്ത വാചകം, വിശ്വസിക്കല് നിർബന്ധമാണ്. തീർന്നില്ല. സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലെയുള്ള രൂപം, അജ്ഞേയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം ബിദ്അത്താണ്. അതിങ്ങനെ വർത്താൻ പറഞ്ഞ് നടക്കണ്ടാന്ന്. അപ്പൊ ഇവിടെ സനി ബിദ്അത്ത് അവിടെ നടത്തിയത്. ആവശ്യമില്ലാതെ റബ്ബിനെ കുറിച്ച് ഖുർആനും ഹദീസും പറഞ്ഞ കാര്യം ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അതിനെപ്പറ്റി സംസാരിക്കാൻ പോണ്ട. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള രൂപം നമുക്കറിയില്ല. അള്ളാഹു ഇറങ്ങിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറക്കം പോലെയാണോ? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായി ആരും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. അള്ളാന്റെ മുഖം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മുഖത്തോട് താരതമ്യം ചെയ്തു പോകരുത്. അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏതെങ്കിലും ഒരു കൈയോട്. വലം യകുല്ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ഷൈഉൻ,
അവനെപ്പോലെ യാതൊന്നുമില്ല. അങ്ങനെ എന്താണോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഇതാണോ വ്യാഖ്യാനം? ഇനി സാക്ഷാൽ പേരോട് അബ്ദുറഹിമാൻ സഖാഫി വളരെ ശാന്തമായിട്ട് മൂപ്പര് പറയാണ്, എനിക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ ഇത് പഠിച്ചത് എന്താ, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അസ്മാ സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ചില ഗ്രന്ഥങ്ങളിൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ യദ് അതുപോലെയുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കമാ കാലത്ത് അല എന്ന് പറയും. ഈ കമാ കാലത്ത് അല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി എന്ന് നമുക്ക് അർത്ഥം തോന്നും. സാധാരണ അങ്ങനെ തെളിവ് പറയുന്ന സമയത്ത് കമാ കാലക്ക് അങ്ങനെയാണ് മറുപടി, അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി ഇത് ചെയ്യണം, അതുപോലെ അത് വേണം, അതുണ്ട്, ഇങ്ങനെയൊക്കെ. ഇങ്ങനെ ആകുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഖലഖ്തു ബിയദയ്യ, അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം കമാ കാലത്തല്ല അള്ള പറഞ്ഞതിന് വേണ്ടി എന്നർത്ഥം പറയുമ്പോൾ ആ യദയ്യ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെയും സംശയം അവിടെ ബാക്കി വരും. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, കമാ കാലത്തല്ല ഞാൻ വേണ്ടി എന്നല്ല, അള്ളാഹു പറഞ്ഞതുപോലെയുള്ള സിഫത്തുണ്ട്, യതുണ്ട്. അപ്പം അതിൻ്റെ മാനമ പറഞ്ഞൂടാ, അള്ള പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ള പറഞ്ഞതുപോലെയുള്ള യതുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ യതിൻ്റെ മാന നമുക്കറിയില്ല. അപ്പോൾ അതാണല്ലോ ഇമാം നവവി റളിയല്ലാഹു അൻഹുവും ശർഹുൽ മുഹദ്ദബിനും ശർഹ് മുസ്ലിമിനും ഒക്കെ പറഞ്ഞത്. അതായത് അതിൻ്റെ ലാഹിർ മാന, അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല, വലഹു മഅനൻ യലീഖു ബിഹി, അള്ളാഹുവിനോട് അനുയോജ്യമായ ഏതോ ഒരു മാന അതിനുണ്ട്, അത് നമുക്കറിയില്ല. അതാണ് തഫ്വീദ് എന്ന് പറയുന്ന സലഫ് ആയ. സലഫ് പറഞ്ഞു ക്ലിയർ. എത്ര നേരാണ് ഒരു സഹോദരൻ ഇവിടെ വന്ന് സമയം ചെല്ലും, വളരെ കൃത്യമായി നമുക്കറിയില്ല, ഏതുണ്ട് തീർന്നില്ലേ? ഇത് വെച്ചിട്ട് മനുഷ്യന്മാരെങ്ങനെ അങ്ങോട്ട് ഒരു രൂപത്തിലാക്കാൻ എന്തുണ്ട് മാർഗം? ഒരു കൈയുള്ള അല്ല അയാളെ പോകുന്ന, കാലുള്ള അല്ലനെ വിശ്വസിക്കുന്ന ആളെ പോകുന്ന എന്ന രൂപത്തിൽ ദീനിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത സഹോദരിമാരെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം അങ്ങോട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് വളരെ, അത് ഞാൻ പേരോട് ഇടാൻ കാരണം. പേരോട് തന്നെ അത്ഭുത മൂപ്പര പ്രസംഗം മൂപ്പരന്നെ കേൾക്കേണ്ടിയുണ്ട്. കാരണം മൂപ്പരിനെതിരെ പിന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും വ്യക്തമായി അദ്ദേഹം ദർസെടുത്ത് കൊടുത്തതിനെതിരിൽ പേരോട് സംസാരിച്ചിട്ടുണ്ട്. അത് വേറെ താല്പര്യങ്ങളിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രല്ല ഇമാം മാലിക് റഹ്മഹുല്ല വളരെ കൃത്യമായി പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം, സിംഹാസനസ്ഥനാവുക എന്നത് അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂൽ, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല, അറിയപ്പെട്ട കാര്യമല്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ചുള്ള ചോദ്യം ബിദ്അത്താണ്. യാസീൻ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരാളെ കൊണ്ട് പിന്നോട്ട് കൂടിയാലോ, അതിനെപ്പറ്റി മുഫസ്സിരിങ്ങൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹാമീം പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു വിഷയമാണ്. അതേപോലെയുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണിത്. അപ്പോൾ ഈ വിഷയമാണ്. ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ധാരാളം സമയമെടുത്തുകൊണ്ട് ഇനി സഹോദരങ്ങളെ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധാരണ അങ്ങേയറ്റം എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചൊരു പരുവത്തിലാക്കിയപ്പോൾ ഈ വിഷയത്തിലൊരു വെല്ലുവിളി നടത്തി. ഇതിനെക്കുറിച്ച് ഒരു സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു. അപ്പോൾ ഫൈസൽ മൗലവി പറഞ്ഞു ഞാനത് ഏറ്റെടുക്കാനും റെഡിയാണ്, സംവാദത്തിനൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് സംവാദവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനവും ഏറ്റെടുക്കലൊക്കെ ഉണ്ടായി. അപ്പം ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുക, സംവാദത്തിന് ഒളിച്ചോടി, പിന്നെ ഫൈസൽ മൊഴിയെ കാണാനില്ല, അതിനൊന്നും സമയം ഇത് അഹ്ലുസുന്നയുടെ മറുപടിയാണ്. ആവശ്യമില്ലാത്തൊരു സമയത്തിന് ഇവിടെ സമയം ചെലവഴിക്കൂല, മൊത്തം ചുരുക്കി അങ്ങോട്ട് പറഞ്ഞുതരും, അത്രേ ഉള്ളൂ, അത് നമുക്ക് സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ ആ സമയത്ത് എന്തേ ഒളിച്ചോടിയതാ? അത് 2004 അൽമനാറിൽ ഫൈസൽ മൗലവി പറഞ്ഞ് ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങളിൽ സുന്നി വോയിസിൽ കാണാം തിരുത്ത്, സുന്നി അഫ്കാറിൽ തിരുത്ത്, പല പിന്നെ കാന്തപുര വിവാദത്തിന് ഒട്ടേറെ പുസ്തകങ്ങൾ പിന്നെ പറയും അതിലുള്ള തിരുത്തുകൾ ഇതോടൊപ്പം അയക്കുന്നു. അബദ്ധം പറ്റും. അൽമനാറിൽ സംഭവിച്ചൊരു അബദ്ധം, അത് അബദ്ധമാണ് എന്ന് ഫൈസൽ മൗലവി പറഞ്ഞതാണോ പ്രശ്നം?
അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, പിന്നെ എന്തേ സംവാദത്തിന് സംഭവിച്ചത് എന്നതാണ്. സംവാദത്തിന് ഏറ്റെടുത്തപ്പം മൂപ്പര് പറഞ്ഞു അത് സിറാജുൽ ഹുദയിലെ കുട്ടികൾ അയച്ചരാണ്. കേട്ടുള്ള രംഗൊന്നും ആർക്കെങ്കിലും അങ്ങനെ ഒരു വെല്ലുവിളിയും സംവാദമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ സിറാജുൽ ഹുദയിൽ പഠിച്ച നല്ല ചെറുപ്പക്കാരായ കുട്ടികളുണ്ട്. അവരെയും ഇവരെയും ഇരുത്തി എന്നിട്ട് വ്യവസ്ഥ ഒക്കെ എഴുതിയിട്ട് 1 മിനിറ്റ് കൊണ്ട് ചോദ്യം, 2 മിനിറ്റ് കൊണ്ട് മറുപടി. ഇങ്ങോട്ടും അങ്ങനെ തന്നെ, അങ്ങോട്ടും അങ്ങനെ തന്നെ. അല്ലാണ്ട് കുറെ പ്രസംഗിച്ചിട്ട് ആളെ പറ്റിക്കാനൊന്നും വിടൂല. 1 മിനിറ്റ് കൊണ്ട് ചോദ്യം ചോദിക്കുക. ഇങ്ങോട്ടും അങ്ങനെ ചോദിച്ചാൽ മതി, അങ്ങോട്ടും അങ്ങനെ തന്നെ ചോദിച്ചാൽ മതി. മറുപടി 2 മിനിറ്റ് കൊണ്ട് മറുപടി പറയാം. എന്നാൽ വേഗം ഉരുത്തിരിയും സംഗതി. അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, കുറേ പ്രസംഗിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാവില്ല. ആദ്യം തന്നെ പറഞ്ഞ അവസാനം എന്താ പറഞ്ഞ് മനസ്സിലാവില്ല. അതുകൊണ്ട് നല്ല ധൈര്യമുള്ള മൗലവിമാരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സിറാജുൽ ഹുദയെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ അവരെ പറഞ്ഞു ചേരും. ഏത് സ്ഥലത്തും സംവാദത്തിന് റെഡിയാണ് എന്ന് ആദ്യമായിട്ട് പറയാം. ആർക്കെങ്കിലും ആദ്യമായിട്ട് പറഞ്ഞല്ല, ആദ്യമായിട്ട് മലപ്പുറത്ത് നിന്ന് വെല്ലുവിളിക്കുക ചെയ്തത്. എന്താ വെല്ലുവിളി? ആ വെല്ലുവിളിൻ്റെ ഊക്കൊണ്ട് നമ്മൾ ആ വിഷയം മനസ്സിലാവുകയാണെങ്കിൽ ഈ ഇമാം മാലിക്കിൻ്റെ ഉദ്ധരണിയൊക്കെ ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്ത വിഷയം മനസ്സിലാവണം, ആയിക്കോട്ടെ, ഏറ്റെടുത്തു. എന്നാൽ പേരോട് മുമ്പൊക്കെ വെല്ലുവിളിച്ചപ്പോൾ ശിഷ്യന്മാരെ വിട്ട് ഏതെങ്കിലും ഒരു സംവാദം പറയാൻ പറ്റുമോ? എത്ര സംവാദങ്ങൾ! പേരോട് തന്നെ നേരിട്ടല്ലേ പങ്കെടുത്തത്. മഞ്ചേശ്വരം സംവാദം, പേരോട് സംവാദങ്ങളിൽ പൊതുവെ കുറവാണ്, ബാക്കിയുള്ള ആൾക്കാരാണ് പോകാറുള്ളത്. ഇനി ഞാൻ ചോദിക്കട്ടെ, തിരിച്ച് പേരോട് വെല്ലുവിളിച്ചു, ഫൈസൽ മൗലവി ഏറ്റെടുത്തു. അപ്പോൾ പേരോടിനോട് പറയാണ് സംവാദമൊക്കെ വേണമെന്ന് പേരോട് വലിയ ആഗ്രഹം ഉണ്ടെന്ന് കേട്ട് ജാമിയ ഹിന്ദിലേക്ക് വന്നോളി, അവിടെ നമ്മളെ കുട്ടികളെ വിട്ടുവരുമെന്ന്. അങ്ങനെ ഉണ്ടാവും? ഇത് കുട്ടികളെ പരിപാടിയല്ല, ഇത് മുതിർന്നവരെ പരിപാടിയാണ്. അതുകൊണ്ടാണ് മുതിർന്ന ആൾ വെല്ലുവിളിച്ചപ്പോൾ മുതിർന്ന ആൾ ഏറ്റെടുത്തത്. മുതിർന്ന ആളെങ്ങാനും ഏറ്റെടുത്തതെങ്ങാനും നടന്നാൽ അവിടെ ഇമാം മാലിക്കിന്റെ ഉദ്ധരണി സലഫി പണ്ഡിതന്മാർ പറയും, നിങ്ങൾ തന്നെ ഇറക്കിയിട്ടുള്ള റിസാലയിലുള്ളത് വായിച്ചു കൊടുക്കും. അതോടുകൂടി പിന്നെ ആ പരിപാടി അവിടെ നിന്നു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയത്തിൽ അത്രയും മാത്രമാണ് പറയാൻ. എന്തുകൊണ്ട് സംവാദം നടക്കാതെ പോയി ഇപ്പം മനസ്സിലായല്ലോ. കൃത്യമായി അത്ര സമയം അതിന് നമുക്ക് ചെലവഴിക്കാൻ പറ്റും. പിന്നെന്താണ്, ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കൽ നിർത്തിയൊരു പരിപാടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണ ദാക്കൊരു നീട്ട. അങ്ങനെ പെണ്ണുങ്ങളൊക്കെ അവിടെ കരിഞ്ഞു. എൻ്റെ പഠിച്ചോനെ, അള്ളാഹിൻ്റെ റസൂലിനെ സാധാരണ മനുഷ്യനാക്കിയല്ലോ, ഖദീസ കുട്ടിയെ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അങ്ങോട്ട് സെൻസിറ്റീവ് ഉണ്ടാക്കുക. അതൊന്നും ഇനി നടക്കൂല. കാരണം അള്ളാഹിൻ്റെ റസൂല് കേവലം ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഇവിടെ പരിപാടി തുടങ്ങിയ ഇപ്പം എന്തിനാ അള്ളാഹിൻ്റെ റസൂല് സ്വലാത്ത് കൊണ്ട് തുടങ്ങിയത്? അള്ളാഹിൻ്റെ റസൂലിന് ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും എന്തിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂലിന് ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ എന്തിനാണ് മുജാഹിദ് പള്ളിയിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ബാങ്ക് പറയുന്നത്? ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പൊളിഞ്ഞു. എങ്ങനെ പൊളിഞ്ഞു എന്നറിയോ? വളരെ കൃത്യമായി ഇവർ പരിഭാഷ ഇറക്കിയതോടുകൂടി എല്ലാം പൊളിഞ്ഞു. കാരണം എന്താ? ഇവരുടെ ഇവിടെ സംസാരിച്ച മനുഷ്യന്മാരൊക്കെ അംഗീകരിക്കുന്ന 100% അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് അംഗീകരിക്കുന്ന ഖുർആൻ പരിഭാഷയിൽ അവർ കൊടുത്ത അർത്ഥവും അതിനുശേഷമുള്ള വിശദീകരണവും മാത്രം കേട്ടാൽ ആ തെറ്റിദ്ധാരണ അവിടെ തീരും. ആയത്തും അർത്ഥവും കേട്ടോളൂ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറു വവൈലുൽ ലിൽ മുശ്രികീൻ. അർത്ഥം കേട്ടോളൂ. നബി പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അമാനിമയുടെ പരിഭാഷയല്ല, കാന്തപുരം വിഭാഗത്തിൻ്റെ അബ്ദുറഹിമാൻ മഖ്ദൂമിയുടെ പരിഭാഷ. ആ അബ്ദുറഹിമാൻ മഖ്ദൂമിയുടെ പരിഭാഷയിൽ പറയുന്നു, അർത്ഥം കൊടുത്താണ്, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹ് മാത്രമാണെന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. ശരി, വ്യാഖ്യാനം കേട്ടോളൂ. പ്രകൃത്യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. എത്ര വ്യക്തം! പ്രകൃത്യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. ഉണ്ണുക, ഉറങ്ങുക, രോഗം ബാധിക്കുക തുടങ്ങിയ മാനുഷിക ഗുണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. എന്നാൽ അതാ നമ്മുടെ പ്രത്യേകത. എന്നാൽ അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലക്ക് അവർണ്ണനീയമായ സവിശേഷതകളാണ് നബി തിരുമേനിക്കുള്ളത്. അതാ നമ്മളും പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി മലക്കാണോ? അല്ല.
റസൂലുള്ള ജിന്നാണോ? അല്ല. റസൂലുള്ള പിന്നെ ആരാ? ലോകത്ത് മനുഷ്യൻ എന്ന് പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലാണ്. മനുഷ്യത്വം പൂർണ്ണമായവർ പ്രവാചകന്മാരാണ്. അവർ വിവാഹം കഴിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്, കുട്ടികളുണ്ടായിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ട്, ഉറങ്ങിയിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ അവർ മനുഷ്യർ തന്നെ. തീർന്നില്ലേ വിഷയം? ഈ സാധാരണ മനുഷ്യൻ പറഞ്ഞ് ഈ അബ്ദുറഹിമാൻ മഖ്തൂമിന്റെ പരിഭാഷയെപ്പറ്റി റിസാല വാരിക പറഞ്ഞത് 100% സുന്നത്ത് ജമാഅത്തുമായി യോജിപ്പ്. എല്ലാം കഴിഞ്ഞില്ലേ? അത് ഞാൻ പറയുന്നത് ഇതേപോലെ അള്ളാന്റെ മുഖവും കയ്യൊക്കെ ആ സംവാദം നടന്നിരുന്നെങ്കിൽ തീരുമായിരുന്നു. അത് കണ്ടറിഞ്ഞത് കൊണ്ടാകാം എൻ്റെ ശിഷ്യന്മാരെ വിട്ടുതരാം എന്ന് പറഞ്ഞ മുപ്പര് നൈസായിട്ട് കഴിച്ചിലായി. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പലരും തെറ്റിദ്ധരിപ്പിക്കാറുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ഖുത്ബ മലയാളത്തിലാക്കിയില്ലേ? ഇവിടെയും ആ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചു. നിങ്ങൾ ഖുത്ബ മലയാളത്തിലാക്കിയില്ലേ, ഇനി നിങ്ങൾ ബാങ്ക് മലയാളത്തിലാക്കുവോ? ഇനി നിങ്ങൾ നിസ്കാരം മലയാളത്തിലാക്കുവോ? സഹോദരന്മാരെ, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഏതൊരു ഫാത്തിഹയാണോ ഓതിയത്, ഏതൊരു വജ്ജഹത്തുവാണോ ഓതിയത്, ഏതൊരു അത്തഹിയാത്താണോ ഓതിയത്, അതേ ബാങ്കും അതേ നിസ്കാരത്തിലെ ദിക്റുമാണ് ഇന്നും ഓതുന്നത്. ഒരൊറ്റ സംശയം, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് പറഞ്ഞ ഖുതുബ ഇന്ന് ഏത് പള്ളിയിലാണുള്ളത്? ഏത് പള്ളിയിലാണുള്ളത്? അതിന് ചില ആളുകൾ പറയുന്നത് ഇവരിങ്ങനെ തിരുത്തുകൊണ്ടുവരും, ഇവരിങ്ങനെ ദീനിൽ തിരുത്തുകൾ കൊണ്ടുവരും. ആ തിരുത്തുകൾ അതിൽപ്പെട്ട ഒന്നാണ് ഖുത്ബ പരിഭാഷ. എന്നാൽ അറിയുമോ, തിരുത്തുകൊണ്ടുവന്നത് സമസ്തയാണ്. 1947 മീൻചന്ത പ്രമേയം. എന്താ മീൻചന്ത പ്രമേയം? സമസ്തയുടെ പള്ളിയിൽ നടത്തുന്ന മാതൃഭാഷയുള്ള ഖുത്ബ ഒക്കെ നിർത്തണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതുവരെ എങ്ങനെയായിരുന്നു? വാവാട് കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ, പൂനൂർ കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ, വാവാട് മുസ്ലിയാർ, കൊടിയത്തൂർ അബ്ദുൽ അസീസ് മുസ്ലിയാർ, ഇവരൊക്കെ സമസ്തയുടെ ഫത്വ വരുന്ന സമയത്തും മിമ്പറിന്റെ മുകളിൽ വെച്ച് മലയാളത്തിൽ ഖുത്ബ പറയുന്നവരാ. കാന്തപുരം വിഭാഗത്തിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്ന ജുനൈദി ബാംഗ്ലൂരിൽ ഉറുദുവിൽ ഖുത്ബ പറഞ്ഞു. അന്ന് നമ്മൾ പറഞ്ഞ കാര്യമാ. അപ്പോ നേരത്തെ നമ്മുടെ പള്ളികളിൽ മലയാളത്തിൽ ഖുത്ബ ഉണ്ടായിരുന്നു. 1990 വരെ കേരളത്തിലെ പേരമാൻ പൊതുവാൾ ആദ്യത്തെ പള്ളിയിൽ മലയാളത്തിലായിരുന്നു ഖുത്ബ. ചന്ദ്രികയിൽ പരസ്യം വന്നു, മാതൃഭാഷയിൽ ഖുത്ബ പറയാൻ പറ്റിയ ആളെ ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നീട് 90കളിലാണ് അത് നിർത്തിയത്. അപ്പൊ എന്തിനാണ് ഈ തെറ്റിദ്ധാരണകൾ? അതുകൊണ്ട് സഹോദരങ്ങളെ, നേരത്തെ ഉള്ളതിലേക്ക് തിരിച്ചു പോകണം. അഥവാ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളെ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഉപയോഗിച്ച് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധനം നടത്തി. ആ ഉത്ബോധനമാണ് വേണ്ടത്. എന്നാൽ സമസ്ത അതിൽ കുറെ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഫാരിസി ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചാൽ ജുമുഅ സാധുവാകുമെന്നാണ് ഇമാം അബൂ ഹനീഫയുടെ പക്ഷം. ആരാ പറഞ്ഞത്? ശിഥിലതന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ, പേജ് 43, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അപ്പോൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഫാരിസി ഭാഷയിൽ, അപ്പൊ ഇത് സലഫി മദ്ഹബാന്ന് കൂട്ടിക്കൊള്ളി. അപ്പൊ ഹനഫി മദ്ഹബ് പേച്ചാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ വളരെ കൃത്യമായി ഇവർ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പോലും ഇത്തരം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, സ്ത്രീകളുടെ പള്ളി. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരു വിഷയമായിട്ട് പറയുമോ? മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? നമ്മൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ബഹ്റൈനിൽ പോയപ്പോൾ അദ്ദേഹം സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളിയിൽ നമസ്കരിച്ചതിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തു. അതിനുശേഷം വഷളാക്കല്ല സക്കാഫിമാരെ എന്ന് ആരും പറയില്ലായിരുന്നു, കാരണം അതങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു. അവിടെ സ്ത്രീകൾ പങ്കെടുത്ത പള്ളിയിൽ കാന്തപുരം പങ്കെടുത്തുകൊണ്ടൊന്നും ഇസ്ലാമിലെ തെളിവാവില്ല. മറിച്ച് പരിശുദ്ധ ഇസ്ലാമിൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളയോടൊപ്പം കുന്ന നിസാഇൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ സ്ത്രീകൾ ഫജ്ർ നമസ്കാരത്തിന് പങ്കെടുത്തിരുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിഞ്ഞില്ല. എത്ര ഹദീസുകൾ സഹോദരിമാരെ. മാത്രമല്ല സൂറത്ത് ഖാഫ് ഒരു സഹോദരി പഠിച്ചത് ഹബീബിന്റെ ഖുത്ബ കേട്ടിട്ടാണ്. സ്ത്രീകളുടെ ഭാഗത്ത് വെച്ച് നമസ്കാരത്തിൽ ഒരു കുട്ടി കരഞ്ഞപ്പോൾ റസൂലുള്ള നമസ്കാരത്തിന്റെ ദൈർഘ്യം കുറച്ചു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ,
അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുന്ദരിയായിരുന്നു. അവരോട് പള്ളിയിൽ പോകണ്ടെന്ന് പറയാനായിരുന്നു ആഗ്രഹം, പക്ഷെ പറഞ്ഞില്ല. കാരണം റസൂല് അനുവദിച്ചൊരു കാര്യം ഞാൻ എങ്ങനെ തടയാൻ, എന്തൊക്കെ വിശദീകരണങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ടാ. എന്നാൽ ഇതേ ആളുകൾ സംസാരിക്കുന്ന ജാറങ്ങളിൽ ഒരു പ്രശ്നവുമില്ല, സലാത്ത് നഗറിൽ ഒരു പ്രശ്നവുമില്ല. പള്ളിന്റെ തൊട്ട് അപ്പുറത്തൊരു പായ കെട്ടി, എന്നിട്ട് വരിൻ സലാത്ത്, സ്ത്രീകൾ ഒന്നായിട്ട് അങ്ങോട്ട് ചെന്ന് ഒരു പ്രശ്നവുമില്ല. ആകെ പ്രശ്നം അള്ളാന്റെ പള്ളിയിൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ നാട്ടിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു ഭാഗമായിരിക്കും. അള്ളാന്റെ റസൂൽ കാലത്ത് പുരുഷന്മാരുടെ ബാക്കിൽ കുട്ടികൾ, അതിൻ്റെ ബാക്കിൽ സ്ത്രീകൾ. അപ്പൊ അത്രയും സുരക്ഷിതമായി സ്ത്രീകൾക്ക് പങ്കെടുക്കാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകളെ തടയുകയാണ്. ഇനി സഹോദരങ്ങളെ, വളരെ നിസ്സാരമായി എന്നൊക്കെ പറയാവുന്ന ചില സ്ത്രീകളൊക്കെ വിളിച്ചു പറയാണ്, നിങ്ങൾ സലാം പറഞ്ഞാൽ മടക്കരുത്. കക്കൂസിലേക്ക് സലാം പറഞ്ഞാൽ ആരോ മടക്കുവോ? അത് ശരിയാ. നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ നമ്മൾ പിന്നെ കക്കൂസ് പോകുമ്പോൾ ഒരാൾ സലാം പറഞ്ഞാൽ നമ്മൾ മടക്കൂലാലോ. സഹോദരന്മാരെ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു പക്ഷേ സ്ത്രീകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാകാം ചിലർ. അവരോട് പറയുന്നു, സുന്നിയ ബഡായിയ എന്നുള്ളൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ഔദ്യോഗിക സമസ്ത കാന്തപുരം സമസ്തക്കെതിരിൽ ഇറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അവർ കൊടുത്തൊരു തെളിവുണ്ട്. എന്താ തെളിവെന്നറിയോ? ഉള്ളാൾ തങ്ങൾ മുജാഹിദാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത അബൂ ഖാദർ കുട്ടി നഹാ സാഹിബിന് ഉള്ളാൾ തങ്ങൾ കത്തെഴുതിയ കത്ത് കൊടുത്തു. കത്തിന്റെ തുടക്കം തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഫുള്ള്. അപ്പൊ മോളിലുള്ള ആൾക്കാർക്ക് ഉള്ളാൾ തങ്ങൾക്ക് മുജാഹിദിന്റെ അറിയപ്പെട്ട ഒരാൾക്ക് കത്തെഴുതുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം. മേലെ ചെമ്പാട് കക്കൂസിൽക്ക് സലാം പറഞ്ഞപ്പോൾ കരുതിയാൽ മതി. ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? അതുകൊണ്ട് ഇത് സാധാരണക്കാരായ ആൾക്കാരെ തല്ലിക്കാനുള്ള പരിപാടിയാണ്. സലാം പറയരുത്, നോക്കരുത്, ചിരിക്കരുത്, മയ്യത്ത് നിസ്കരിക്കാൻ പോകരുത് എന്നൊക്കെ ഇത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന മുസ്ലിയാക്കന്മാർ മനസ്സിലുണ്ട്, മേലെ ചെമ്പാട് അങ്ങനെ അല്ല. എനിക്ക് മേലെ ചെമ്പാട് അറിയാം. ഈ പാനൂർ പ്രദേശത്തൊക്കെ ചെറുപ്പം മുതൽ വരുന്ന ആൾക്കാരാണ്. ഇവിടെ എനിക്ക് സമസ്തക്കാരായ സഹോദരങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ, സഹോദരങ്ങളെ, സമയം കുറവാണ്. ഏതുവരെ എന്നറിയുമോ? കുവൈത്ത് കരാർ എന്ന് പറഞ്ഞൊരു കരാറുണ്ട്. ആ കരാറ് ഒപ്പിടാൻ വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, NP അബ്ദുൽ ഖാദർ മൗലവിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇത് ഇറക്കിയത് ഞങ്ങളല്ല, ഔദ്യോഗിക സമസ്തയാ. അപ്പോ കരാറിന്റെ സമയത്ത് അംദും സലാത്തും കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് അപ്പം മുകളിലുള്ള ആളുകൾക്ക് ഇതൊക്കെ ആവാന്നും സാധാരണക്കാര് നാട്ടിൽ നിന്ന് തല്ലി തീർക്കണമെന്നാണോ പറയുന്നത്? ആണോ സഹോദര? അതുകൊണ്ട് ഇതൊന്നും അഹ്ലുസുന്നയുടെ മറുപടിയാ. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വിഷയങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രം എടുക്കുന്നത്. അതുപോലെ സഹോദരങ്ങളെ, അതേപോലെ തബറുക്ക്, ഇവര് തബറുക്കിന്റെ വിഷയത്തിൽ രണ്ടഭിപ്രായമാണ്. ശരിയാണ്. സംസം വെള്ളത്തിന്റെ വിഷയത്തിൽ രണ്ടഭിപ്രായം വന്നില്ലേ? ശരിയായ അഭിപ്രായം പറഞ്ഞു കൊടുത്തില്ലേ? സമസ്തയിൽ എത്ര വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതുവരെ പള്ളിയിൽ മൈക്ക് ഉപയോഗിക്കാൻ പറ്റുള്ള വിഷയത്തിൽ വരെ സംവാദം നടന്ന നാടാണ് നമ്മുടെ നാട്. അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. തബറുക്കിന്റെ വിഷയത്തിൽ തബറുക്ക് അർത്ഥവും യാഥാർത്ഥ്യവും മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിഷയങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് മർക്കസ് ദഅവയിൽ നിന്ന് ഒന്നിച്ച് മുജാഹിദുകൾ ഇറക്കിയ ഒരു പരിഭാഷാ ഗ്രന്ഥമാണ് തബറുക്ക് അർത്ഥവും യാഥാർത്ഥ്യവും. ആ പുസ്തകത്തിൽ പറഞ്ഞത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായങ്ങളാണ്, പ്രമാണബദ്ധമായിട്ടാണ്. അതിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് ബറക്കത്തുണ്ട് എന്ന് കാണാം. ഹജ്ജത്തുൽ വിദായിൽ അവിടുന്ന് മുടി കളയുമ്പോൾ ആ മുടിയിൽ നിന്ന് കിട്ടാൻ സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടിയെന്ന് കാണാം. ഇത് പറയാൻ ഞങ്ങൾക്ക് 1000 വട്ടം അഭിമാനമുണ്ട്. കാരണം അത് സ്വഹീഹായ ഹദീസാണ്. ചിലർ പറയും സ്വഹീഹായ ഹദീസാണ്, നമ്മൾ ഒന്നിച്ചുള്ള സമയത്ത് ഇറക്കിയ ബുക്കാണ്, എന്നാലും അത് പറയും. എന്നാലും എന്നൊന്നില്ല. ആ മുടിയെ സ്വഹാബത്ത് ആരാധിച്ചില്ല. ആ മുടിയിട്ട വെള്ളം കുടിച്ചിട്ട് അത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന രൂപത്തിലേക്ക് അവർ കൊണ്ടുപോയില്ല. എന്നാൽ ആ മുടിക്ക് അവർ പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രത്യേകത, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ബോഡി വേസ്റ്റ് അല്ല.
അത് തബറുക്കിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുന്ന വിഷയമാണ്. എന്നാൽ കാന്തപുരം കൊണ്ടുവന്ന മുടി, ആ മുടി വ്യാജമുടിയാണെന്നും ബോംബെയിലെ അക്രിക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് എന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർത്തത്, സമസ്തയും അതിനെ എതിർത്തത്. റസൂലുള്ളാഹിയുടെ മുടിക്ക് പ്രത്യേകതയുണ്ട്, അവിടുത്തെ വിയർപ്പിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഈ പുസ്തകം ഞാൻ പറയാൻ കാരണം, ഭിന്നിപ്പുണ്ടാകും മുമ്പ് മർക്കസ് ദഅവയിൽ നിന്ന് യുവതയിലൂടെ മുജാഹിദ് സമൂഹത്തെ മുഴുവനും തബറുക്ക് എന്ന വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഗ്രന്ഥമാണ് അത് എന്നതുകൊണ്ടാണ്. അപ്പോൾ സഹോദരങ്ങളെ, വിഷയങ്ങളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതനെ പരിഹസിച്ചിട്ടുണ്ടോ, അപഹസിച്ചിട്ടുണ്ടോ, കൊച്ചാക്കിയിട്ടുണ്ടോ? അറിയാതെ പറ്റിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ വിഷയം ഏതെങ്കിലും സംഘടനയെ ഉയർത്തലോ വ്യക്തികളെ താഴ്ത്തലോ അല്ല. നമ്മുടെ വിഷയം സഹോദരന്മാരെ, നമുക്കൊരൊറ്റ ജീവിതമേയുള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ അഖീദ ശരിയാകണം. ആ അഖീദയുടെ ബേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു മഴ പെയ്യിപ്പിക്കാൻ ആർക്ക് സാധിക്കും? ആർക്ക് സാധിക്കും? ഒരൊറ്റ ഉത്തരമേയുള്ളൂ, റബ്ബിന് സാധിക്കും. അത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിന് സാധിക്കുമെന്ന് കുതുബിയത്തിലുണ്ട്. അങ്ങനെ കുതുബിയത്തിൽ വരാൻ കാരണം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികമായ സഹായം ചെയ്യാൻ മുഹയ്യിദ്ദീൻ ഷെയ്ഖിന് കഴിയും എന്ന തെറ്റായ ശിർക്കൻ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്നും നമ്മൾ പുറകോട്ട് പോയി റബ്ബിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന് എന്താ പറയുക? അത് റബ്ബല്ലാത്ത ഒരാൾക്കും കൊടുക്കരുത്. ഉദാഹരണം, മലക്കുകൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് മലക്കുകൾ കേൾക്കുമോ? ഉത്തരം പറയൂ സഹോദര. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മലക്കുകൾ കേൾക്കുമോ? കേൾക്കും. അതുകൊണ്ടല്ലേ ഇടതുഭാഗത്തും വലതുഭാഗത്തും മലക്കുകൾ എഴുതി വെക്കുന്നു എന്ന് പറയുന്നത്. സൂറത്ത് റഅദിൽ സത്യവിശ്വാസികൾക്ക് മലക്കുകൾ ചെയ്യുന്ന സഹായത്തെക്കുറിച്ച് ആയത്തിലൂടെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജിന്നുകൾ ഉണ്ടാക്കുന്ന ഉപദ്രവത്തെപ്പറ്റി ഖുർആനിലൂടെ ഹദീസിലൂടെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അത് റബ്ബല്ലാത്തവർക്ക് കഴിയും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. സമസ്തയുടെ ഒരു വലിയ പണ്ഡിതനായവർ അംഗീകരിക്കുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് ഈ സംസാരം ഒന്നിച്ച് അവസാനിപ്പിക്കാം. ഞാനാണ് ഏറ്റവും ദൂരെ പോകേണ്ടത്, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പിരിയാം, സമയം കൂടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ നേരത്തെ അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പോൾ സഹോദരങ്ങളെ, അഭൗതികമായ സഹായം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായം മലക്കുകൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തോതിയിട്ടുള്ളത്. ഇവിടെയാണ് ദുർവ്യാഖ്യാനം. മലക്കുകൾ നമ്മളെ സഹായിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. മലക്കുൽ മൗത്തുണ്ട്. അതുകൊണ്ട് മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ റൂഹിനെ പിടിക്കാൻ അള്ളൊരു മലക്കിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ എന്ന് കരുതി മലക്കേ എൻ്റെ റൂഹിനെ പിടിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റില്ല. റൂഹിനെ പിടിക്കുക എന്നത് റബ്ബ് മലക്കിന് നിശ്ചയിച്ച വ്യവസ്ഥയാണ്. അത് മുജാഹിദ് പ്രസ്ഥാനവും കൃത്യമായി എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച
വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ തന്നെ പറയുന്നു, എന്നാൽ ബദറിൽ 1000 മലക്കുകളെ കൊണ്ട് സഹായം നൽകിയെന്ന് ഖുർആൻ അറിയിച്ചിട്ടുണ്ട്. അത് സൂറത്ത് അൻഫാൽ 9-ാം വചനമാണ്. മുഹമ്മദ് അമാനിക് മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ, അതുപോലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ എന്താ പറഞ്ഞത്? ബദറിൽ 1000 മലക്കുകളെ കൊണ്ട് സഹായം നൽകിയെന്ന് ഖുർആൻ അറിയിച്ചിട്ടുണ്ട്. അത് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് ഈ മലക്കിനെയും ജിന്നിനെയും മരണപ്പെട്ടവരെയും എല്ലാവരെയും കൂട്ടിക്കലർത്തി ഇതെല്ലാം ഒരുപോലെയാണ് അല്ല. മരണപ്പെട്ടവരുടെ പ്രകൃതം വേറെ, അഥവാ മനുഷ്യരുടെ പ്രകൃതം വേറെ, ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടവർ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ മലക്കുകളുടെ പ്രകൃതം വേറെ, ജിന്നുകളുടെ പ്രകൃതം വേറെ. ആ പ്രകൃതത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് സംസാരിച്ചാൽ അത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് കേൾക്കും എന്ന് പറയണമെങ്കിൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖിന് അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ടാകണം. അങ്ങനെ ഒരു കഴിവ് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനില്ല. അത് അല്ലാഹുവിന് മാത്രമാണ്. എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു മാത്രം, എല്ലാം കാണുന്നവൻ അല്ലാഹു മാത്രം. മലക്ക് എല്ലാം കേൾക്കില്ല, ജിന്ന് എല്ലാം കേൾക്കില്ല. അതുകൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഏതായാലും ശിർക്കാണ്. അതുകൊണ്ട് എല്ലിക്കുത്ത് നടത്തിയിട്ടുള്ള ഈ വ്യക്തമായ ഖുർആൻ ദുർവ്യാഖ്യാനം, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു മലക്കുകൾ സഹായിക്കും, അതുപോലെ ഒരു കാരണവശാലും മരണപ്പെട്ടു പോയ ആളുകൾ സഹായിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളി, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് 35-ാം അധ്യായത്തിലെ 14-ാമത്തെ ആയത്തിൽ അതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ വ്യക്തമായി പറഞ്ഞു, ഇവിടെ ഇൻ തദ്ഊഹും എന്ന് പറഞ്ഞ ആ ഹും എന്നതിൽ അമ്പിയാക്കന്മാർ പെടും, ഔലിയാക്കന്മാർ പെടും, ജിന്നുകൾ പെടും, എല്ലാവരും പെടും. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് പ്രാർത്ഥനക്കർഹൻ. സഹോദരങ്ങളെ, ഈ വിഷയം പഠിക്കാൻ വേണ്ടി നിങ്ങളോട് പറയുക എന്നതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ഒരു വിശദീകരണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെയൊക്കെ പ്രസംഗിച്ചു പോയ ആളുകളുടെ പേരുകൾ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, മടവൂരിനെ തന്നെ വിളിക്കുന്ന അവസ്ഥ പള്ളിയിൽ നിന്ന് വരെ ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കാൻ സാധാരണക്കാരും കമ്മിറ്റിക്കാരും നാട്ടിൽ മുന്നോട്ട് വരുന്ന അവസ്ഥയുണ്ട്. അത് തുടരണം, അത് തുടരണം. നമ്മൾ അപകടത്തിൽ പെടുമ്പോ മടവൂരെ എന്നല്ല, അല്ലാ എന്നാണ് വിളിക്കേണ്ടത്, അല്ലാ എന്നാണ് വിളിക്കേണ്ടത്. ഈ സന്ദേശം സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവാ പരിപാടികളുടെ 2-ാം ഘട്ടമാണ് ഇവിടെ സമാപിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ മേലെ ചെമ്പാടടക്കം 3-ാം ഘട്ടം വരാൻ പോകുന്നു. ആ 3-ാം ഘട്ടം റമളാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. റമളാനിലേക്ക് പോകുന്ന വഴി നമ്മളിപ്പോൾ ഷഅബാനിലാണുള്ളത്. ഷഅബാൻ മാസം അശ്രദ്ധമായി പോകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും ഹബീബ് പഠിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റത് ഷഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തിങ്കൾ മറക്കണ്ട, വ്യാഴം മറക്കണ്ട, എല്ലാ 13, 14, 15 മറക്കണ്ട. അങ്ങനെ സുന്നത്തു നോമ്പുകൾ ധാരാളമായി നോൽക്കുക. ഒരു ദിവസം നോമ്പെടുക്കുക, അടുത്ത ദിവസം നോമ്പ് ഉപേക്ഷിക്കുക, അങ്ങനെയും ചെയ്യാം. അതുകൊണ്ട് ധാരാളം നോമ്പെടുക്കേണ്ടുന്ന, ഖുർആനുമായി ഏറ്റവും ബന്ധം പുലർത്തി അങ്ങനെ ഏറ്റവും നനഞ്ഞ അവസ്ഥയിൽ, വരണ്ട അവസ്ഥയിലല്ല, നനഞ്ഞ അവസ്ഥയിൽ നമുക്ക് റമളാനിലേക്ക് പ്രവേശിക്കാൻ കഴിയണം. റമളാനിലെത്തിയാൽ ഖുർആൻ വിജ്ഞാന പരീക്ഷ വിസ്ഡം സ്റ്റുഡൻസ് നടത്തുന്നുണ്ട്. നമ്മൾ കുടുംബസമേതം ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ പങ്കെടുക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയുന്നു, പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, പീസ് ഒരു ഹൈഫൻ റേഡിയോ. അതോടുകൂടി 24 മണിക്കൂറും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദം. കുടുംബ പ്രശ്നങ്ങളുണ്ടോ, സംശയങ്ങളുണ്ടോ, ദീനിയായ വിഷയങ്ങളിൽ ചെറിയ കുട്ടികളുടെ പാട്ട് കേൾക്കണോ, എല്ലാം പീസ് റേഡിയോയിലുണ്ട്. 4ഓളം ഖുർആൻ ക്ലാസ്സുകളുണ്ട്. ഉപ്പേരി മുറിച്ചിടുമ്പോൾ നമുക്ക് അടുക്കളയിൽ വെച്ചാൽ മതി.
അതുകൊണ്ട് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. അതേ ഫോണിൽ തന്നെ പ്ലേ സ്റ്റോറിൽ പോയാൽ ജമീൽ ആപ്പ്. നമ്മളൊരു മയ്യത്ത് നമസ്കാര സ്ഥലത്തെത്തി, പെട്ടെന്ന് മയ്യത്ത് നമസ്കാരത്തിലെ മൂന്നാമത്തെ തക്ബീറിന് ശേഷം ദുആ കിട്ടുന്നില്ല, നേരെ ജമീൽ ആപ്പ് എടുക്കുക. അവിടെ ദുആയിൽ പോയാൽ മയ്യത്ത് നമസ്കാരത്തിന്റെ ദുആ മാറി നിന്ന് അപ്പോൾ തന്നെ കാണാതെ പഠിക്കാം. അതുകൊണ്ട് ജമീൽ ആപ്പ്, രാവിലത്തെ ദിക്ർ, വൈകുന്നേരത്തെ ദിക്ർ നോക്കി ചൊല്ലിക്കോളൂ. 20-ൽ പരം ദിക്റുകൾ രാവിലെ ചൊല്ലേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം ധന്യമാകണം, നമ്മുടെ ജീവിതം ധന്യമാകണം. ഖുർആൻ ഓതാത്ത ഒരു ദിവസവും നമുക്കുണ്ടാകരുത്. കഴിയുന്നത്ര നോമ്പ് നോൽക്കണം. കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യണേ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. കാരണം വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. സഹോദരങ്ങളെ, ഇത് മറുപടിയല്ല. ഇത് കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി നിർബന്ധിത ഘട്ടത്തിൽ ഈ നാട്ടിലുള്ള പലരും പറഞ്ഞു, അമ്മാതിരി പറച്ചിലാ പറഞ്ഞത്, ആ രൂപം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഏതായാലും നിങ്ങൾ ഒരു പരിപാടി വെക്കാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും മാന്യമായ ഒരു പരിപാടി വെക്കൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദൗത്യമായി. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരോട് ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം തെറ്റിദ്ധരിച്ചത് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. ഓൽക്ക് നബി ഉണ്ടോ, ഓൽക്ക് ഔലിയാക്കന്മാരുണ്ടോ, ഒരു നബിയുടെ സ്വദൂർ, അപ്പോൾക്കും കൂടി ദേഷ്യം പിടിക്കും. അങ്ങനെ തെറ്റിദ്ധരിച്ചോണ്ടാ പലരും ദേഷ്യം പിടിച്ചത്. അതൊക്കെ അങ്ങ് കഴിയും. ഞാൻ അവസാനിപ്പിക്കും. ഒരൊറ്റ ഉദാഹരണം പറയാം. മുമ്പ് ഒരു ഗോപാലേട്ടൻ, ഒരു കൃഷ്ണേട്ടൻ ഉണ്ടായിരുന്നു. ഗോപാലേട്ടൻ പറഞ്ഞു, മാപ്പിളാരെ നിൽക്കാരെന്ന് പറഞ്ഞാൽ അറ്റൻഷനായി നിൽക്കലാണെന്ന് പറഞ്ഞു. കൃഷ്ണേട്ടൻ പറഞ്ഞു, അല്ല, ഞാൻ എൻ്റെ 2 കണ്ണോണ്ട് കണ്ടതാണ്, മാപ്പിളാരെ നിൽക്കാരെന്ന് പറഞ്ഞാൽ കുനിഞ്ഞിങ്ങനെ നിൽക്കലാണ്. ഭയങ്കര തർക്ക, അടിൻ്റെ വക്കത്തെത്തി. അപ്പം അഹമ്മദാക്ക വന്ന്, എന്താ അഹമ്മദാക്ക ഇവരോട് വെച്ചിട്ട പ്രശ്നം? ഇപ്പം പറയും അങ്ങനെ നിൽക്കാരെന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കല, ഞാൻ എൻ്റെ കണ്ണോണ്ട് നേരക്കലാണ്. അപ്പം ഇവർക്ക് സൂക്കേട് മനസ്സിലായി, ബെരിന്ന് പറഞ്ഞു. ഞാൻ മഗ്‌രിബ് നിസ്കരിക്കാൻ പോവാണ്. നിസ്കാരം കഴിയുന്ന വരെ 2 ആൾ നിൽക്കണം. നോക്കുമ്പോൾ അതിൽ റുക്കുണ്ട്, ഈത്തിദാലും ഉണ്ട്. ഓൻ ഈത്തിദാലേ കണ്ടുള്ളൂ. മറ്റൊരു നബിയുണ്ടോ, ഓൽക്ക് സലാത്തുണ്ടോ, ഓൽക്ക് ദിക്റുണ്ടോ? മരിച്ചാലില്ലേ പാട്ടിനെ കുഴിച്ചിടുമ്പോ, എൻ്റെ മോ പഠിച്ചോനെ, പാട്ടിനെ കുഴിച്ചിടും പോലെ കുഴിച്ചിടൂല. മരണ വീട്ടിൽ എന്തൊക്കെയാണോ ഹബീബ് ചെയ്യാൻ പഠിപ്പിച്ചത് അതൊക്കെ ചെയ്യും, അതെല്ലാം ചെയ്യും. പിന്നെ ഒരു പ്രയാസമുണ്ട്, എന്താ അറിയോ? മോള് മയ്യത്ത് നിസ്കരിച്ചാളും ചില സ്ഥലത്തെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റും. അതുവരെ ഒപ്പം കിടന്ന ഭാര്യയെ മാറ്റി നിർത്തി മയ്യത്ത് നമസ്കരിക്കാതെ കൊണ്ടുപോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ സ്വഹാബിയെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ വൈക്ക് കൊണ്ടോണേ, ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ. അതാണ് നമ്മുടെ മാതൃക. സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം നിഷേധിക്കപ്പെട്ട അവസ്ഥ ചില സ്ഥലങ്ങളിലുണ്ട്. സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ എതിർത്തതുമുണ്ട്. അതുകൊണ്ട് ആ മയ്യത്ത് നിസ്കാരം നടക്കും. പിന്നെ വേറൊന്നുണ്ട്, ബാപ്പ മരിച്ചാൽ മോൻ മരിക്കുന്നത് വരെ ബാപ്പാക്ക് വേണ്ടി ദ്വാരക്കും. അതാ സലഫികൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. തെറ്റിദ്ധാരണകൾ ഉപേക്ഷിക്കുക. സലാത്തുകൾ നമുക്ക് വർദ്ധിപ്പിക്കാം, ദിക്ർ വർദ്ധിപ്പിക്കാം. പുരുഷന്മാർ ഖബർ സിയാറത്ത് ചെയ്യണം. എന്നാൽ നമുക്ക് സലാത്ത് വക നേർച്ചപ്പെട്ടിയും സലാത്ത് കച്ചവടവും വേണ്ട, ദിക്ർ കച്ചവടം വേണ്ട, ഖബർ കച്ചവടം വേണ്ട. നമ്മളെ അപമാനിച്ചു കളഞ്ഞില്ലേ? ഭീമാപ്പള്ളിയിൽ ഖബർ ലേലം ചെയ്തു. 7.25 കോടി രൂപക്ക് മയ്യത്ത് ലേലം ചെയ്തു. സഹിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നു, മേലെ ചെമ്പാടുള്ള മുസ്ലിയാക്കന്മാർ വരെ ആ വിഷയത്തിൽ എൻ്റെ ഒപ്പാണെന്ന്. എന്നാൽ അത് തെറ്റാന്ന് പറയാൻ ഒരൊറ്റ പണ്ഡിതൻ തയ്യാറായില്ല. എല്ലാവർക്കും അവിടെ ഒരു വയലിട്ടും ആ വയലിൽ ഒരു പോയി പ്രസംഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവസാനിപ്പിക്കുന്ന സഹോദരങ്ങളെ, കാര്യം വ്യക്തമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതരം, സ്ക്രൂ തിരിക്കുമ്പോലാ, തിരിഞ്ഞാൽ ഡ്രന്ന് പോകും. തിരിഞ്ഞു കിട്ടാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് തിരിഞ്ഞു കിട്ടാത്തവരോട് ആരും ദേഷ്യം പിടിക്കരുത്. അവർക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ് രക്ഷാമാർഗം. അള്ളാഹു നമ്മെ അതിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.